ഹായ് ഷിബോട്ടോ. ഹായ് ഹായ്. എന്താണ് കേക്കണില്ല. കേൾക്കുന്നില്ല? കേൾക്കുന്നില്ലേ? ഇപ്പൊ കേക്കാം. അത് ഞാൻ പുറകോട്ട് പോയതുകൊണ്ടാ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെ എന്ന് പറയാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രോഗ്രാം, ആൽക്കോളിസംസിന്റെ പ്രോഗ്രാം വിശദീകരിക്കുന്ന ഒരു അധ്യായമാണ്. നമ്മുടെ പടികളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബുക്കിന്റെ നട്ടെല്ല് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഈ ചാപ്റ്റർ 5-നെ. അതിന് 4 വരെയുള്ള പടികളൊക്കെ വളരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാറുള്ളത്. ഏതായാലും നമ്മൾ അധികം സമയം കളയാതെ നമുക്ക് ബുക്കിലേക്ക് തന്നെ പോകാം. നമ്മളിപ്പോ തുടങ്ങേണ്ടത് 58-ാമത്തെ പേജാണ്. സോറി, 59. എന്തൊരു രീതി, ഇതുമായി മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ടാകില്ല എന്ന് ഞങ്ങൾ പലരും ആശങ്കയോടെ അഭിപ്രായപ്പെട്ടു. പക്ഷെ നിരുത്സാഹപ്പെടുത്തരുത്. ഈ തത്വങ്ങളോട് പൂർണ്ണമായി നിലനിർത്താൻ ഞങ്ങളുടെ ആരും തന്നെ കഴിവുള്ളവരായിരുന്നിട്ടില്ല. നമ്മളാരും പുണ്യവാന്മാരൊന്നുമല്ല. ആത്മീയമായ തലത്തിലൂടെ നമ്മളാരാൻ ശ്രമിക്കുന്നു എന്നതാണ് കാര്യം. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വങ്ങൾ പുരോഗതിയിലേക്കുള്ള വഴികാട്ടികളാണ്. ആത്മീയമായ പരിപൂർണതയേക്കാൾ ആത്മീയമായ പുരോഗതിയാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് വാട്ട് ആൻ ഓർഡർ എന്നാണ്. എന്തൊരു രീതി, അല്ലെങ്കിൽ ഈ നമ്മൾക്ക് ഈ മീറ്റിംഗ് റൂമിൽ ചെല്ലുമ്പോൾ 12 പടികൾ തൂക്കിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇതെന്താണ്, ഇത് മുഴുവൻ എങ്ങനെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഈ ഇത്തരം കാര്യങ്ങളിലൂടെ എങ്ങനെ നമുക്ക് പോകാൻ കഴിയും എന്നൊക്കെ നമ്മൾ ആശങ്കയോടെ അഭിപ്രായപ്പെട്ടു. പക്ഷേ നമ്മുടെ 100 പേര് ഈ ബുക്ക് എഴുതിയവർ പറയുന്നത് നോട്ട് ഡിസ്കറേജ്ഡ്, നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. ഈ തത്വങ്ങളോട് പൂർണ്ണമായി നിലനിർത്താൻ ഞങ്ങൾ ആരും തന്നെ കഴിവുള്ളവരായിരുന്നിട്ടില്ല. അതായത് അവരെന്താണോ ഈ പ്രോഗ്രാമിലേക്ക് വന്നതെന്നും ആ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പലപ്പോഴും അതിനോട് പുലർത്താൻ കഴിയുമായിരുന്നില്ല. കാരണം അവരും നമ്മളെ പോലെ തന്നെ അസ്വസ്ഥരും ശുണ്ഠിക്കാരും അസംതൃപ്തരും ഒക്കെ ആയിരുന്നു. അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ ലൈൻ സ്വീകരിക്കാനായിട്ട് മടിയന്മാരായിരുന്നു, ഭയമുള്ളവരായിരുന്നു. പലപ്പോഴും നമുക്ക് തോന്നും ഇത് പെട്ടെന്ന് തീർക്കാവുന്ന ഒരു പടിയാണ് എന്ന് തോന്നും. ചിലരെല്ലാം നമുക്കറിയാം, 1-ാം പടി ചെയ്തതിനു ശേഷം നേരെ 12-ാം പടിയിലേക്ക് ജമ്പ് ചെയ്യുകയും, അല്ലെങ്കിൽ 2 മുതൽ 9 അല്ലെങ്കിൽ 10, 2 മുതൽ 9 വരെയുള്ള പടികളെ ഒരു പടിയായിട്ടൊക്കെ സ്വീകരിക്കുകയും, അല്ലെങ്കിൽ ഞാൻ മീറ്റിംഗ് പോകുന്നുണ്ട്, ഞാനിവിടെ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പടികൾ എനിക്ക് പ്രത്യേകം ചെയ്യേണ്ടതില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും. പക്ഷേ ഈ ബിഗ് ബുക്കിലെ ഓതേഴ്സ് അല്ലെങ്കിൽ ബിഗ് ബുക്ക് എഴുതിയ ആളുകൾ നമ്മളോട് പറയുന്നത് നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. ഞങ്ങളിൽ പലർക്കും ഇത് ചെയ്യാൻ കഴിഞ്ഞില്ല ആദ്യ കാലഘട്ടങ്ങളിൽ അവർ വന്നപ്പോൾ. No one among us has been able to maintain anything like perfect adherence to these principles. അതായത് ഈ ദിസ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഈ പടികൾ, ഓരോ പടികൾക്ക് ഓരോ തത്വങ്ങളുണ്ട്. ഈ തത്വങ്ങളോട് പൂർണ്ണമായി കൂലുമുട്ടാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അതിന് കാരണം അവർ പറയുന്നത് നമ്മളാരും പുണ്യാളന്മാരെ ബന്ധമില്ല, വി ആർ നോട്ട് സൈൻസ്, അതായത് നമ്മൾ വിശുദ്ധരായിട്ട് ജീവിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ടാണ്. ദ പോയിന്റ് ഈസ് ദാറ്റ് വി ആർ വില്ലിംഗ് ടു ഗ്രോ എലോങ് സ്പിരിച്വൽ ലൈൻസ്. ആത്മീയമായ തലത്തിലൂടെ നാം വളരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് സ്പിരിച്വൽ ലൈൻ? സ്പിരിച്വൽ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ 12 പടികളാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള തത്വങ്ങൾ പുരോഗതിയിലേക്കുള്ള വഴികാട്ടികളാണ്. ഇപ്പോ പലപ്പോഴും നമ്മളിവിടെ ആത്മീയമായ പരിപൂർണതയേക്കാൾ ആത്മീയമായ പുരോഗതി എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് പുരോഗതി, പരിപൂർണതയല്ല ഉദ്ദേശിക്കുന്നത്, പുരോഗതിയാണ്. എന്ത് കാര്യത്തിനാണ്? സ്പിരിച്വാലിറ്റിയുടെ കാര്യത്തിനാണ്. ആത്മീയമായ പരിപൂർണത പറ്റുകയില്ല എന്നാണ്. അല്ലാതെ നമ്മൾക്ക് ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വെച്ചിട്ടല്ല. അപ്പൊ പലപ്പോഴും നമ്മളിത് ഈ ഭാഗം വെട്ടിയെടുത്ത് മറ്റു പലയിടത്തൊക്കെ അറ്റാച്ച് ചെയ്തത് വെച്ച് നോക്കാം. നമുക്ക് ബുക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പരിപൂർണതയല്ല പുരോഗതിയാണ്. പക്ഷെ അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ തത്വങ്ങൾ പുരോഗതിയിലേക്കുള്ള വഴികാട്ടികളാണ്. എന്തിന്റെ പുരോഗതി? ആത്മീയമായ പുരോഗതി. ആത്മീയമായ പരിപൂർണത എന്നതിനേക്കാൾ ആത്മീയമായ പുരോഗതിയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. അപ്പോ ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആത്മീയതയെക്കുറിച്ചാണ്, ആ പുരോഗതിയെക്കുറിച്ചും പരിപൂർണതയെക്കുറിച്ചും അവിടെ പറയുന്നു എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ നമുക്ക് ഒരു എത്തിയ ഒരു അംഗം മറ്റു കാര്യങ്ങളൊന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യേണ്ട എന്ന് പറയാനായി പലപ്പോഴും നമുക്ക് ഈ വാക്കുകൾ ക്ലെയിം ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം
This principle we have to set down against progress. We claim spiritual progress rather than spiritual perfection എന്നാണ്. ആത്മീയതയെ കുറിച്ചാണ് അവിടെ സംസാരിക്കുക. അപ്പോ അടുത്ത ഭാഗം അമിത മദ്യപാനിയെ പറ്റിയുള്ള ഞങ്ങളുടെ വിവരണം. നിരീശ്വരന്മാർക്കുള്ള അധ്യായം മദ്യം കഴിക്കുന്നത് നിർത്തുന്ന മുമ്പും അതിനുശേഷവും വ്യക്തിപരമായ സാഹസികതകൾ എന്നിവ സന്ദർഭാനുസരണം 3 കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അപ്പോ നമ്മളിവിടെ ആദ്യമേ ഡോക്ടർ സിൽക്കോടത്തിന്റെ ലേഖനം, അതിനുശേഷം ബില്ലിന്റെ കഥ, പിന്നെ നമ്മുടെ നിരീശ്വരവാദികൾക്കുള്ള അദ്ദേഹം എന്നുള്ള എഴുതിയിരിക്കണത്. പക്ഷെ ശരിക്കും വി അഗ്നോസ്റ്റിക്സ് എന്ന്, അപ്പൊ അഞ്ജനവാദികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതും പിന്നെ മോർ അബൌട്ട് ആൽക്കഹോളിസം, മദ്യത്തെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ, അങ്ങനെയുള്ള 4 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മളിപ്പോ ഈ 5ാമത്തെ അധ്യായത്തിലേക്ക് വേണ്ടത്. അപ്പൊ അതിനുശേഷം നമ്മൾ വ്യക്തിപരമായ സാഹസികതകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പുസ്തകത്തിന്റെ ഏറ്റവും പുറകിലായിട്ട് കൊടുത്തിരിക്കുന്ന കഥകള്, ഓരോ 7 അംഗങ്ങളുടെയും സ്റ്റോറികളെല്ലാം എല്ലാം കൂടി വായിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു കൺക്ലൂഷനിൽ എത്തിയാണ്. എന്താണ് 3 പെർട്ടിനന്റ് ഐഡിയാസ് എന്നാണ് പറയുന്നത്. അതായത് പെർട്ടിനന്റ് ഐഡിയാസ് എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആശയത്തെ കുറിച്ചാണ് പറയുന്നത്. ഐഡിയ എന്ന് പറയുന്നത് കൺക്ലൂഷൻ ഓഫ് മൈൻഡ് ആണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കൺക്ലൂഷൻ. നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ്, എന്ത് 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 ഇതിലാണ് നമ്മൾ എത്തിച്ചേർന്നത്? നമ്മൾ ഇങ്ങനെയുള്ള തീരുമാനത്തിൽ ഒന്ന്, ദാറ്റ് വി വെയർ ആൽക്കഹോളിക് ആൻഡ് കുഡ് നോട്ട് മാനേജ് അവർ അവർ ലൈഫ്. അതായത് ഞങ്ങൾ അമിത മദ്യപാന രോഗികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ അതെന്താണ്? സ്റ്റെപ്പ് 1 ആണ്. അതായത് ഐ കാണ്ട്, എനിക്ക് കഴിയില്ല എന്നുള്ളൊരു ആശയത്തിൽ എത്തിച്ചേർന്നു. രണ്ടാമത് എന്താണ്? ബി, ഞങ്ങളുടെ രോഗം അമിത മദ്യപാനാസക്തി ശമിപ്പിക്കുന്നതിന് മിക്കവാറും ഒരു മനുഷ്യശക്തിക്ക് കഴിയുമായിരുന്നില്ല. അപ്പൊ എന്താണ്? സ്റ്റെപ്പ് 2. അപ്പൊ ഒരു മനുഷ്യശക്തിക്ക് കഴിയുമായിരുന്നില്ല എന്നുള്ളതില് മനുഷ്യരെ കൊണ്ട് കഴിയത്തില്ല, ഈ ലോകത്തിലുള്ള ജനങ്ങളെ കൊണ്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ കൊണ്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ മറ്റ് നമ്മൾ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന പല പല ആളുകളെ കൊണ്ട് കഴിയില്ല. ചിലപ്പോൾ മറ്റൊരു AA മെമ്പറെ കൊണ്ട് കഴിയില്ല, കൗൺസിലറെ കൊണ്ട് കഴിയില്ല, എന്റെ ഡോക്ടറെ കൊണ്ട് കഴിയില്ല. ഈ രോഗം ശമിപ്പിക്കുന്നതിന് നമ്മൾ 2ാമത്തെ പടിയായിട്ടുള്ള പവർ, എന്നെക്കാളും അല്ലെങ്കിൽ മനുഷ്യശക്തിയേക്കാളും വലിയൊരു പവറിലേക്ക് വന്നെന്ന് മനസ്സിലായി. അവിടെ നമ്മൾ ഹി ക്യാൻ, അവന് കഴിയും അല്ലെങ്കിൽ ദൈവത്തിന് കഴിയും എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിക്കണം. അപ്പൊ അത് സ്റ്റെപ്പ് 2ന്റെ ഒരു ഭാഗമാണ്. അടുത്തത് എന്താണ്? സി, ദൈവത്തെ തേടിയാൽ ദൈവത്തിന് സാധിക്കുകയും രോഗശമനം വരുത്തുകയും ചെയ്യും. അപ്പൊ സി എന്ന് പറയുന്നത് ബിയും സിയും സ്റ്റെപ്പ് 2ന്റെ 2 പാർട്ടുകളാണ്. അത് സിയിൽ എന്താ നമ്മൾ വിചാരിക്കുന്നത്? ഐ ലെറ്റ് ഹിം, ഐ തിങ്ക് ഐ ലെറ്റ് ഹിം. അതായത് ദൈവത്തെ തേടിയാൽ ദൈവത്തിന് സാധിക്കും, രോഗശമനം വരുത്തുകയും ചെയ്തു. അപ്പൊ എ, ഐ കാൺ, ബി, ഹി ക്യാൻ, സി, ഐ ലെറ്റ് ഹിം, എനിക്ക് കഴിയില്ല, അവന് കഴിയും, ഞാൻ അവനെ അനുവദിക്കും. ഈ 3 ആശയങ്ങളാണ് ആ 3 ABCയിൽ നമ്മൾ മനസ്സിലാവും. ഇതിന്റെ മൊത്തത്തിലുള്ള തത്വങ്ങളുടെ കൺക്ലൂഷനിലും അതുപോലെ സ്റ്റെപ്പ് 1, 2ന്റെ പൂർണ്ണമായ ഒരു ഇതുമാണ് അവിടെ പറയപ്പെടുന്നത്. ഇനി നമ്മള് കഴിഞ്ഞ ആഴ്ചയൊക്കെ 3ാം പടിയെ കുറിച്ച് ദീർഘമായിട്ട് ഞാൻ സംസാരിച്ചാണ്. അപ്പൊ ഇന്നും നമ്മൾ 3ാം പടികളിലേക്കുള്ള ഒരു തീർപ്പ് 3ാം പടി വരെയെങ്കിലും കഴിയണമെന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പൊ ഇത് ബോധ്യപ്പെട്ടാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ജീവിതങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനിച്ചെടുത്തു എന്ന 3ാം പടിയിൽ നാം എത്തിച്ചേരും. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് ശരിക്കും നടത്തുന്നത്? ഞങ്ങൾ എന്താണ് ശരിക്കും ഇത് ചെയ്യുന്നത്? അതായത് വി ഡിസൈഡ്, നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അവർ വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിൽ എന്ന് ഇച്ഛയും ജീവിതവും എന്നാണ് 3ാം പടിയിലെത്തിയേക്കുന്നത്. അല്ലെങ്കിൽ ജീവിതവും ഇച്ഛയും എന്നല്ല, ഇച്ഛയും ജീവിതവും ദൈവത്തിന്റെ സംരക്ഷണത്തിൽ കൊടുക്കണം. വിൽ എന്ന് പറഞ്ഞാൽ തോട്ട്സ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു ചിന്ത, നമ്മുടെ ചിന്തകളുടെ ഒരു ഇതിലൂടെയാണ് നമ്മള് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത്. അല്ലെങ്കിൽ വിൽ എന്ന് പറഞ്ഞാൽ തോട്ട്സ്, ലൈഫ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ. അതായത് ചിന്തയിൽ നിന്ന് ഉളവാകുന്ന പ്രോസസ്സിലൂടെയാണ് നമ്മള് ജീവിതത്തിലെ ചില പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുന്നത്. അപ്പൊ ഈ ചിന്തകൾ നമ്മൾ ഓവർ ടു ദ കെയർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിലേക്കും സുരക്ഷയ്ക്കും വേണ്ടി തിരിച്ചുവിടാൻ തീരുമാനമെടുത്തു എന്നാണ്. തിരിച്ചുവിടാൻ തീരുമാനമെടുത്തിട്ടുള്ളൂ. ഇവിടെ നമ്മൾ തിരിച്ചുവിടുന്നില്ല. നമ്മൾ തിരിച്ചുവിടുന്നത് എപ്പോഴാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. 9ാം പടിയിൽ എത്തിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ഇത് തിരിച്ചുവിടാൻ പറ്റുള്ളൂ. അപ്പോ ഞങ്ങൾ എന്തുകൊണ്ടാണ് ശരിക്കും ഇത് അർത്ഥമാക്കുന്നത്? അപ്പോ which is what we decide to turn our will. Just what do we mean by that? What do we do?
അതായത് എന്താണ് ഞാൻ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് ഞാനിത് ചെയ്യുന്നത്. ഈ രണ്ട് ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങൾ എന്തോന്നുകൊണ്ടാണ് ശരിക്കും ഇത് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഞങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുന്നത്. എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇനി അടുത്ത കുറച്ച് പേജുകളിലൂടെ പോയി കഴിയുമ്പോഴോ മനസ്സിലാവും. ഞങ്ങൾ ശരിക്കും എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും ഇനിയുള്ള ഒരു 100 പേജൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. അതായത് അടുത്ത പേജിൽ അത് പറയുന്നുണ്ട്. അതായത് അടുത്ത പാരഗ്രാഫില് അത് വായിക്കാമോ റോമോനെ? സ്വന്തം ഇച്ഛയാൽ വായിക്കാം. സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്ന ജീവിതം വിജയകരമായിരിക്കില്ലെന്ന് നാം ബോധ്യമുള്ളവരായിരിക്കലാണ് അതിൻ്റെ ഒന്നാമത്തെ ആവശ്യകത. ആ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ആരെയെങ്കിലുമായോ എന്തെങ്കിലുമായോ നാം ഏതാണ്ടല്ല ഇപ്പോഴും ഏറ്റുമുട്ടലിലേർപ്പെടും. മിക്ക ആളുകളും സ്വയം പ്രേരണയാൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ പ്രകടനവും ഒറ്റയ്ക്ക് തന്നെ നേടണം എന്നാശിക്കുന്ന ഒരു നടനെ പോലെയാണ് ഓരോരുത്തരും. ലൈറ്റും ഗായക സംഘവും സീനറിയും മറ്റു നടന്മാരുമൊക്കെ തനിക്ക് വേണ്ടി ഒരുക്കപ്പെടണമെന്നും തൻ്റെ വഴിക്കു വരണേ എന്നുമാണ് അയാളുടെ ആഗ്രഹം. ഈ പറഞ്ഞതുപോലെ സ്വന്തം ഇച്ഛയാൽ മുന്നോട്ട് കൊണ്ടുപോകപ്പെടുന്ന ജീവിതം വിജയകരമായിരിക്കില്ല, നാം ബോധ്യപ്പെട്ടവരായിരിക്കലാണ് അതിന്റെ ഒന്നാമത്തെ ആവശ്യകത. ഫസ്റ്റ് നമ്മൾ ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ഈ തരത്തിലുള്ള ചിന്തകൾ, സെൽഫിഷ്നെസ് ആയിട്ടുള്ള ചിന്തകള് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതം വിജയകരമായിരിക്കില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. കാരണം നമ്മൾ കുടിയുടെ ജീവിതത്തിൽ, മദ്യാസക്തിയുടെ ജീവിതത്തിൽ ഇത്തരം ചിന്തകളെ താലോലിച്ചു കൊണ്ട് നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് ആ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിലും ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ നാം ഏതാണ്ടല്ല ഇപ്പോഴും ഏറ്റുമുട്ടലിൽ ഏർപ്പെടും. എന്താണ് അവിടെ ചിന്തിക്കുന്നത്? നമ്മുടെ ഈ സ്വന്തം ചിന്ത, എന്നെ ഇഷ്ടം പോലെ മറ്റുള്ളവർ പെരുമാറണം, എന്നെ ഞാൻ ചിന്തിക്കുന്ന പോലെ മറ്റൊരു ജീവിക്കണം, ഇങ്ങനെയുള്ള സ്വാർത്ഥപരമായിട്ടുള്ള അടിസ്ഥാനത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ തുടർച്ചയായി, അതായത് മദ്യാസക്തി നിർത്തിയതിന് ശേഷവും നമ്മൾ അത് തുടരുകയാണെങ്കിൽ ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ ഏതാണ്ട് എല്ലായ്പ്പോഴും ഏറ്റുമുട്ടലിൽ ഏർപ്പെടും. നമ്മൾ മീറ്റിംഗ് റൂമിൽ വരുമ്പോഴും മറ്റൊരു അംഗത്തോടും മറ്റൊരു ആളുകളോടും മറ്റ് ജോലി സ്ഥലത്താണെങ്കിൽ മറ്റ് വർക്കേഴ്സിനോടും വീട്ടിലാണെങ്കിൽ ഭാര്യയോടും മക്കളോടും ഒക്കെ നമ്മള് ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ ഏതാണ്ട് എല്ലായ്പ്പോഴും ഏറ്റുമുട്ടലിൽ ഏർപ്പെടും എന്ന് പറയുന്നത്. ഇവിടെ നമുക്കൊരു RID ഫാക്ടർ കാണാം അല്ലെ? റെസ്റ്റ്ലെസ്, ഇറിറ്റബിൾ, ഡിസ്കണ്ടന്റ്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇച്ഛയിൽ വരാത്തപ്പോ നമുക്ക് അസ്വസ്ഥനാവും, ചുണ്ടിക്കാരനാവും, അസംതൃപ്തനാവും. അപ്പോ ഈ ഒരു സെൽഫിഷ്നെസ്സിനെ കുറിച്ചാണ് ഇനിയുള്ള അടുത്ത 1-2 പേജുകളിലേക്ക് അവര് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇതൊരു നമ്മൾ പോയിന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ആരെങ്കിലുമായോ എന്തെങ്കിലുമായോ നാമെല്ലായ്പ്പോഴും ഏറ്റുമുട്ടൽ ഏർപ്പെട്ടിരിക്കും. മിക്ക ആളുകളും സ്വയം പ്രേരണയാൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. സ്വയം പ്രേരണ എന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛാശക്തിയിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ തിങ്കിങ്ങിൽ ജീവിക്കാൻ ശ്രമിക്കുന്നു. എല്ലാ പ്രകടനവും ഒറ്റയ്ക്ക് തന്നെ നടത്തുന്നത് നശിക്കുന്നത്. നടനെ പോലെയാണ് ഓരോരുത്തരും. ലൈറ്റും ഗായക സംഘവും സീനിയറും മറ്റു നടന്മാരും തനിക്ക് വേണ്ടി ഒരുക്കപ്പെടുമെന്നും തനിക്ക് തന്റെ വഴിക്ക് വരണമെന്നും അയാൾ ആഗ്രഹിക്കുന്നു എന്നാണ് അയാളുടെ ആഗ്രഹം. അത് അടുത്ത ഭാഗം വായിക്കാവോ? ഈ പറഞ്ഞതുപോലെ ഇയാളുടെ സജ്ജീകരണങ്ങളൊക്കെ സാധിച്ചാൽ, അയാൾ ആഗ്രഹിക്കുന്ന പോലെ ആളുകൾ ചെയ്താൽ പ്രകടനം മഹത്തായിരിക്കും. അയാൾ ഉൾപ്പെടെ എല്ലാവരും സന്തുഷ്ടരാകും. ജീവിതം അതിശയകരമാകും. ഈ ഒരുക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിൽ നമ്മുടെ നടൻ ചിലപ്പോഴൊക്കെ തികച്ചും മേന്മയുള്ളവനാകാം. അയാൾ ദയാലുവും മറ്റുള്ളവരുടെ വികാരങ്ങളും താല്പര്യങ്ങളെയും പരിഗണിക്കുന്നവനും ക്ഷമാശീലനും ഉദാരമതിയുമാകാം. വിനീതനും ശുദ്ധൻ പോലും ആയിരിക്കും. നേരെ മറിച്ചായാൽ അവൻ ദുഷ്ടനും അഹങ്കാരിയും സ്വാർത്ഥനും സത്യനിഷ്ഠയില്ലാത്തവനും ഒക്കെ മാറും. പക്ഷേ മിക്ക മനുഷ്യരുടെ കാര്യത്തിലും അവർ വ്യത്യസ്തങ്ങളായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. അതിനകത്ത് നമ്മള് ദൈവം കളിക്കുക എന്നുള്ളത് നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കണം, ആളുകൾ ഞാൻ പറയുന്ന പോലെ സംസാരിക്കണം. അതല്ല അതിന് അത് ചിലപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും വളരെ ദയാപൂർണമായി പെരുമാറും, വളരെ താല്പര്യത്തോടും ക്ഷമാശീലതയോടും ഉദാരമതിയോ ഒക്കെ ആയി നമ്മൾ പെരുമാറും. വിനീതനും ശുദ്ധം പോലും ആയിരിക്കും എന്ന് പറയുന്നത്. നേരെ മറിച്ചായാലും അവൻ ദുഷ്ടനും അഹങ്കാരിയും സ്വാർത്ഥനും സത്യനിഷ്ഠയില്ലാത്തവനും ഒക്കെ ആയി മാറും. പക്ഷെ മിക്ക മനുഷ്യരുടെ കാര്യത്തിൽ അവർ വ്യത്യസ്തങ്ങളായ
സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായിരിക്കും. അപ്പോ ഇവിടെ മറ്റുള്ള ആളുകൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണമെന്നുള്ള സ്വാർത്ഥതയിലൂന്നിയ ഒരു ജീവിതം നയിക്കുന്ന ഒരാൾക്ക് പ്രശ്നങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. നമ്മളപ്പോ ദൈവം കളിക്കുന്നത് നിർത്തണം എന്നുള്ള ഒരർത്ഥത്തിലാണ് പിന്നീട് അത് പറയുന്നുണ്ട് അവിടെ. അപ്പൊ അടുത്ത പാരഗ്രാഫ് കൂടി വായിക്കാമോ? എന്താണ് പലപ്പോഴും സംഭവിക്കുന്നത്? പ്രകടനം പലപ്പോഴും നല്ല നിലയിലായി തീരാറില്ല. ജീവിതം അവനോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെന്ന് അവൻ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. കൂടുതൽ ക്ലേശിച്ചു കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾ തീരുമാനിക്കുന്നു. അടുത്ത സന്ദർഭത്തിൽ അയാൾ സാഹചര്യത്തിനനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഇനിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യുവാനോ കാരുണ്യവാനോ ആയിത്തീരുന്നു. അപ്പോഴും നാടക പ്രദർശനം അയാൾക്ക് അനുയോജ്യമാകുന്നില്ല. ഏതാണ്ടൊക്കെ തെറ്റ് തനിക്കും പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുമെങ്കിലും മറ്റുള്ളവരെയാണ് കൂടുതൽ കുറ്റപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ അയാൾക്ക് ഉറപ്പാണ്. അയാൾ കോപിഷ്ഠനും ധാർമ്മിക രോഷമുള്ളവനും തന്നോട് തന്നെ സഹതാപമുള്ളവനുമായി തീരുന്നു. അടിസ്ഥാനപരമായി അയാളുടെ കുഴപ്പമെന്ത്? ദയാലുവായിരിക്കാൻ ശ്രമിക്കുമ്പോൾ പോലും അയാൾ യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യാന്വേഷിയല്ലേ? സംതൃപ്തിയും സന്തോഷവും താൻ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്താൽ കൈപ്പിടിയിലാക്കാമെന്ന മിഥ്യാധാരണയുടെ ഇരയല്ലേ അയാൾ? അയാൾ ഒഴികെയുള്ള മറ്റു നടന്മാർക്കും ഇതൊക്കെ തന്നെയാണ് വേണ്ടതെന്ന കാര്യം വ്യക്തമല്ലേ? ആ നാടക പ്രകടന രംഗത്തു നിന്ന് കിട്ടാവുന്നതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അയാളോട് തിരിച്ചടിക്കുവാൻ അയാളുടെ പ്രവൃത്തികൾ അവരെ സജ്ജരാക്കുന്നില്ലേ? അയാളുടെ ഏറ്റവും നല്ല നിമിഷങ്ങളിൽ പോലും അയാൾ സൗഹൃദത്തിന്റെ എന്നതിനേക്കാൾ കുഴപ്പങ്ങളുടെ സൃഷ്ടാവായിരുന്നില്ലേ? അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചിന്തിക്കേണ്ട ഒരു ചിന്താണ്. എന്റെ ഹോം ഗ്രൂപ്പിൽ പോകുമ്പോൾ മറ്റുള്ളവർ ഞാൻ ഇഷ്ടപ്പെടുന്നത് പോലെ പെരുമാറണം. എന്റെ ഫാമിലിയിൽ, കുടുംബത്തെ ഞാൻ അതുപോലെ മറ്റുള്ളവർ എന്നെ സൂചിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ പെരുമാറണം. ജോലി സ്ഥലത്ത് എന്റെ അച്ഛൻ, എന്റെ മക്കള്, എന്റെ സഹോദരന്മാര്, അങ്ങനെ പല 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 അയൽവക്കക്കാര്, അങ്ങനെ പലതും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്ഷമാശീലനും ഉദാരശീലനും ശുദ്ധനും ഒക്കെ ആയി മാറും. അല്ലെങ്കിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആവും, അഹങ്കാരിയാവും, സ്വാർത്ഥനാവും, സത്യനിഷ്ഠയില്ലാത്തവനാവും എന്നുള്ള പറഞ്ഞതിന് ശേഷം വീണ്ടും ബുക്കിൽ തന്നെ പറയാണ് എന്താണ് സംഭവിക്കുന്നത്. പ്രകടനം പലപ്പോഴും നല്ല നിലയിലായി തീരാറില്ല. കാരണം മറ്റുള്ളവർ നമ്മളെ പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ പെരുമാറില്ല. ജീവിതം അവനോട് നല്ല നിലയിൽ പെരുമാറുന്നില്ലെന്ന് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നു. അവന്റെ ചിന്തയാണ്. അപ്പൊ അവിടെ തിങ്കിങ് ആണ്. നമ്മൾ പറയാറുണ്ട് തിങ്കിങ് ഇസ് ദ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവിടെ വീണ്ടും പറയുന്നുണ്ട് അവൻ ചിന്തിക്കുവാൻ തുടങ്ങുന്നു. കൂടുതൽ ക്ലേശിച്ച കഠിനാധ്വാനം ചെയ്യുവാൻ അയാൾ ആകെ തീരുമാനമെടുക്കുന്നു. അടുത്ത സമയത്ത് അയാൾ സാഹചര്യം വെച്ച് മറ്റുള്ളവരിൽ നിന്ന് ഇനിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നവനോ കാരുണ്യവാനായി തീരുന്ന അപ്പോഴും നാടക പ്രശ്നം അയാൾക്ക് അനുയോജ്യമാകുന്നില്ല. അതായത് കൂടുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നു. പക്ഷെ സാഹചര്യങ്ങൾ, ആളുകൾ അങ്ങനെ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണമെന്നില്ല. ഏതാണ്ടൊക്കെ തെറ്റ് തനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് സമ്മതിക്കുവാൻ മറ്റുള്ളവരാണ് കൂടുതൽ കുറ്റപ്പെടുന്ന കാര്യത്തിൽ അയാൾക്ക് ഉറപ്പാണ്. അപ്പൊ ഈ സെൽഫിഷ്നെസ്സിൽ ഊന്നി നിൽക്കുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ട് ശരിയാണ്, പക്ഷെ എന്നേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തത് മറ്റൊരാളാണ്. അല്ലെങ്കിൽ അയാൾ അങ്ങനെ അയാൾ എന്നെ തെറി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ചു തെറി പറഞ്ഞത്, അല്ലെങ്കിൽ അയാൾ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ തിരിച്ച് ദേഷ്യപ്പെട്ടത്. അപ്പോ പ്രത്യക്ഷാല് ഒരു പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് മറ്റൊരാളെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എന്ന് തോന്നിയാലും ഇവിടെ നമ്മളുടെ സെൽഫിഷ്നെസ്സിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്റെ സ്പോർട്സിന് എനിക്ക് അതിന് ഒരു ഉദാഹരണം പറയാനുണ്ട്. അതായത് ഒരു ഈ രാത്രി ഓവർനൈറ്റ് ഒക്കെ ഇങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ സപ്ലൈ ചെയ്തിരുന്ന ഒരു വ്യക്തി ഒരിക്കൽ ഒരു രാത്രി 2 മണിക്ക് ഇങ്ങനെ ഫാർമസിയിലേക്ക് ഇങ്ങനെ മെഡിസിൻ കൊടുക്കാനൊക്കെ ആയിട്ട് പോയപ്പോ ഒരു റോഡിൽ വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആവുന്നു. ആക്സിഡന്റ് ഉണ്ടായ ഓപ്പോസിറ്റുള്ള ആക്സിഡന്റ് അയാൾക്ക് ലൈസൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായില്ല. അപ്പൊ ഈ സ്പോൺസറുടെ അടുത്ത് ഇയാൾ വന്ന് പറഞ്ഞു മറ്റേ ആൾക്ക് ലൈസൻസ് ഉണ്ടായില്ല, അയാള് ഇവിടുത്തെ കാർഡോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ സ്പോൺസർ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഈ 2 മണിക്ക് അവിടെ ആ ഇന്റർസെക്ഷനിലേക്ക് എത്തിച്ചേർന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ഓവർനൈറ്റ് ആയിട്ടുള്ള ഈ ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള ഈ കാര്യം നിങ്ങൾക്ക് പകല് ചെയ്യേണ്ട കാര്യം ഓവർനൈറ്റ് ചെയ്ത് തീർക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും അതിനകത്ത് സെൽഫിഷ്നെസ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോ ഒരു ആളുടെ അപ്പൊ നമ്മൾ പ്രത്യക്ഷ അയാളുടെ ജോലിയല്ലേ, അയാൾക്ക് അവിടെ പോകണ്ടേ, രാത്രിയല്ലേ, ഇതൊക്കെ ചിന്തിക്കാമെങ്കിലും
നമ്മളുടെ ബുക്കിൽ പ്രകാരം നമ്മൾ സെൽഫിഷ് ആകുന്ന സാഹചര്യം ഉണ്ടോ എന്നാണ് അവിടെ എല്ലാം ചിന്തിക്കുന്നത്. അപ്പോ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് നമുക്ക് എപ്പോഴും നല്ലത്. ഇപ്പൊ എന്റെ ഭാര്യ എന്നോട് എന്തെങ്കിലും പറയാണ്ട് ഞാൻ തിരിച്ച് രണ്ട് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് എന്താണ്, നീ അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മദ്യാസക്തനായതുകൊണ്ടും നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വളരെ രോഷാകുലരാകാൻ പറ്റില്ലാത്തത് കൊണ്ടും ഒക്കെ നമ്മൾക്ക് പിന്മാറേണ്ടതുണ്ട്. അയാൾ കോപിഷ്ഠനും ധാർമ്മിക രോഷമുള്ളവരും തന്നോട് തന്നെ സഹതാപമുള്ളവരുടെ അടിസ്ഥാനത്തിൽ അയാളുടെ കുഴപ്പം എന്താണ്? ദയാലുവായിരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അയാൾ യഥാർത്ഥത്തിൽ ഒരു ഭാഗ്യാന്വേഷിക്കുകയല്ലേ? സംതൃപ്തിയും സന്തോഷവും തൻ കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്ത് കൈപ്പിടിയിലാക്കാമെന്നുള്ള വിദ്യാധരുടെ ഇരയല്ലേ അയാൾ? അയാൾ ഒഴികെയുള്ള മറ്റു നടന്മാർക്ക് ഇതൊക്കെയാണ് വേണ്ടതെന്ന കാര്യം വ്യക്തമല്ലേ? അപ്പൊ ചുറ്റും നമ്മുടെ നിൽക്കുന്ന മനുഷ്യർക്കും ഇത് തന്നെയാണ് വേണ്ടത്, അല്ലെ? ആഹ് ആ നാടക പ്രകടനത്തിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ പിടിച്ചെടുത്തുകൊണ്ട് അയാളുടെ തിരിച്ചടിക്കുന്ന അയാളുടെ പ്രവൃത്തികൾ അവരെ സജ്ജമാക്കുന്നില്ലേ? അയാളുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പോലെ അയാൾ സൗഹൃദത്തിന്റെ എന്നതിനേക്കാൾ കുഴപ്പങ്ങളുടെ സൃഷ്ടാവായിരുന്നില്ലേ? അപ്പൊ നമ്മൾ ഈ ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളിലും ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ഹാർമണി ആണോ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻ, എപ്പോഴും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണോ? നമ്മൾ പലപ്പോഴും ഈ പ്രോഗ്രാമിലൊക്കെ ഇരിക്കുമ്പോ നമ്മുടെ പഴമക്കാർ ചോദിക്കാൻ, നീ പ്രോബ്ലത്തിന്റെ ഭാഗമാണോ അല്ലെങ്കിൽ പരിഹാരത്തിന്റെ ഭാഗമാണോ? ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ചാടി പ്രോബ്ലത്തിന്റെ ഭാഗത്തോടു കൂടി നിൽക്കുവാണോ, അല്ലെങ്കിൽ ആ പ്രോബ്ലം അവിടെ പരിഹരിക്കുന്നതിന്റെ ഭാഗത്തായിട്ടാണോ നമുക്ക് നിൽക്കാൻ കഴിയുക? ഏഹ് ആളുകളെല്ലാവരും ഈ ലോകം മുഴുവനും ഈ സ്വാർത്ഥതയിൽ ഊന്നിയ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് സ്വാർത്ഥത ഇല്ലാത്ത ഒരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് മാറണം. എന്തുകൊണ്ടാണ്? മൂന്നാം പടി പറയുന്നത് അത് തന്നെയാണ്. സെൽഫിൽ നിന്ന് ഗോഡ്സ് വിസിബിലിറ്റിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതുവരെ നമ്മളൊരു ഒന്നും രണ്ടും പടികൾ എടുത്തു, പ്രോബ്ലം മനസ്സിലാക്കി, സൊല്യൂഷൻ മനസ്സിലാക്കി, രണ്ടാമത്തെ പടിയിൽ സൊല്യൂഷൻ പവർ വേണമെന്ന് മനസ്സിലാക്കി, മൂന്നാമത്തെ പടിയിൽ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്. ഒരു ടേണിംഗ് പോയിന്റ് എന്താണ്? എന്റെ ചിന്ത സ്വാർത്ഥപരമായിരിക്കില്ല. സ്വാർത്ഥപരമായി കഴിഞ്ഞാല് ഞാന് വീണ്ടും തുടർന്നും കുടിച്ചുകൊണ്ടേയിരിക്കും. അതെന്നെ മരണത്തിലേക്കും ഭ്രാന്തിലേക്കും നയിക്കും. പക്ഷെ എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് സുബോധാവസ്ഥയും സാനിറ്റിയും സുബോധാവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പിരിച്വൽ ഹെൽപ്പിനെ മൂന്നാം പടിയിൽ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോ ഇപ്പോ അതാണ് അയാളുടെ ഏറ്റവും നല്ല വിഷയം അയാൾ സൗഹൃദത്തിനെതിനേക്കാൾ കുഴപ്പങ്ങളുടെ സൃഷ്ടാവായിരുന്നില്ലേ എന്നുള്ളതാണ്. അവിടുത്തെ വായിക്കാവോ? ആളുകൾ ഈയിടെയായി പറയാറുള്ളത് പോലെ നമ്മുടെ നടൻ സെൽഫ് സെന്റേഡ്, ഈഗോ സെൻട്രിക് എന്ന് പറയുന്ന സ്വാർത്ഥ തൽപരതയും അഹങ്കാരവും കൂടി കലർന്ന അവസ്ഥയിലുള്ള ഒരുവനാണ്. മഞ്ഞുകാലത്ത് ഫ്ലോറിഡയിലെ ഇളം വെയിലിൽ അലസമായി കിടന്നുകൊണ്ട് രാജ്യത്തിന്റെ ശോചനീയ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു റിട്ടയർഡ് ബിസിനസ്സുകാരനെ പോലെയാണ് അയാൾ. 20-ാം നൂറ്റാണ്ടിന്റെ പാവങ്ങളെക്കുറിച്ചോർത്ത് നെടുവീർപ്പെടുന്ന വൈദികനെ പോലെ ലോകത്തിൽ അവരൊഴിച്ചുള്ളവരൊക്കെ മര്യാദക്കാരായാൽ എല്ലാം ഉട്യോപ്യ പോലെയായി തീരുമെന്നുറപ്പുള്ള രാഷ്ട്രീയക്കാരെയും പരിഷ്കർത്താക്കളെയും പോലെ സമൂഹം തന്നോടും തെറ്റ് ചെയ്തു എന്ന് കരുതുന്ന നിയമ നിഷേധിയായ ഭവനഭേദന കവർച്ച നടത്തുന്നവനെ പോലെ എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒടുവിൽ തടവിലാക്കപ്പെട്ട ഒരു അമിത മദ്യാസക്തനെ പോലെ നമ്മുടെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയായാലും നമ്മിൽ പലരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം, വെറുപ്പുകളിലും സ്വയം സഹതാപങ്ങളിലും മാത്രം താല്പര്യമുള്ളവരല്ലേ? സ്വാർത്ഥത പ്രശ്നങ്ങളുടെ മൂലകാരണമെന്ന് നാം കരുതുന്നു. ഭയത്താലും സ്വന്തമായ മിഥ്യാധാരണകളാലും ഭാഗ്യാന്വേഷണങ്ങളാലും സ്വയം സഹതാപത്താലും നയിക്കപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ സഹജീവികളുടെ മേൽ കുതിര കയറുകയും അവർ തിരിച്ചടിക്കുകയും ചെയ്യുന്നു. അവർ പലപ്പോഴും യാതൊരു പ്രകോപനവുമില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും നമ്മെ പലപ്പോഴും ദ്രോഹിക്കുന്നു. പക്ഷേ പണ്ടെപ്പോഴോ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ നാം എടുത്തിട്ടുണ്ടെന്നും അത് നമ്മെ പിന്നീട് ദ്രോഹിക്കപ്പെടാവുന്ന സ്ഥിതിയിൽ എത്തിച്ചു നിർത്തിയിട്ടുണ്ടെന്നും അനിവാര്യമായും നാം കാണുന്നു. അതെ. അപ്പൊ ഇവിടെ റൂട്ട്, അതായത് നമ്മുടെ ലൈഫിൽ ഫ്ലാറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ വേരുകൾ എങ്ങോട്ടാണ് ഇരിക്കുന്നത് അനുസരിച്ചാണ് നമ്മുടെ ചെടി പുഷ്പിക്കുന്നതും അല്ലെങ്കിൽ ആ ചെടി കായ്ക്കുന്നതും ഒക്കെ, അല്ലെങ്കിൽ ഫലവും പുഷ്പവും ഒക്കെ അതുപോലെ ആയിരിക്കും. അപ്പോ നമ്മളുടെ റൂട്ട് സ്വാർത്ഥതയിൽ ഊന്നി ആയിരിക്കരുത് എന്നുള്ള രീതിയിലാണ് അടുത്ത പതി പറയുന്നത്. അതായത് ആളുകൾ ഏടിയാടി പറയാറുള്ളത് നമ്മുടെ
നടൻ, അതായത് നമ്മളെ കുറിച്ച് തന്നെയാണ്. സെൽഫ് സെന്റേർഡ്, ഈഗോ സെൻട്രിക് എന്ന് പറയുന്ന സ്വാർത്ഥ തൽപരതയും അഹങ്കാരവും. ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം, സെൽഫ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത, ഈഗോ സെൻട്രിക് എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായ ഒരവസ്ഥയാണ്. മഞ്ഞുകാലത്ത് ഫ്ലോറിഡയിലുള്ള, അപ്പൊ രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറയാണ്. അതായത് ഈ കാര്യങ്ങളിലെല്ലാം ഒന്നും ചെയ്യുകയില്ലാണ്ട് വെറുതെ കുത്തിയിരുന്ന് ഇതിനെപ്പറ്റി എല്ലാം പരാതി പറയുന്ന രണ്ടു മൂന്ന് പേരുടെ കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് എന്താണ്, മഞ്ഞുകാലത്ത് ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ USA ഒരു സ്ഥലമാണ്. ഇളം വെയിലിൽ അലസമായി കിടന്നുകൊണ്ട് രാജ്യത്തിന്റെ ശോചനീയമായ അവസ്ഥയെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു റിട്ടയർഡ് ബിസിനസ്സുകാരനെ പോലെയാണ് അയാൾ. അപ്പൊ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല, ചുമ്മാ ഇങ്ങനെ പരാതി പറയണേ. 20-ാം നൂറ്റാണ്ടിന്റെ പാപങ്ങളെ കുറിച്ച് നിർവ്വപ്പെടുന്ന വൈദികനെ പോലെ 20-ാം നൂറ്റാണ്ടില് ഒരാൾ ഒരു അച്ഛൻ പരാതി പറയുന്നത് പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോ അപ്പോ ലോകത്തിൽ അവരൊഴിച്ചുള്ളവരൊക്കെ മര്യാദക്കാരായാൽ, അതായത് ഈ പറയുന്ന ഈ ബിസിനസ്സുകാരനും അച്ഛനും എല്ലാം പറയുന്ന പോലെ ലോകത്തിൽ അവരൊഴിച്ചുള്ളവരൊക്കെ മര്യാദക്കാരെല്ലാം ഉട്ടോപ്യ, ഒരു സാങ്കല്പിക ലോകമാണ്. നമുക്കറിയാം, നമ്മൾ ബില്ലിന്റെ കഥയിൽ യൂട്ടോപ്പിയെ വെച്ച് പറയുന്നുണ്ട്. അന്ന് അവിടെ അത് ഹെവൻ എന്ന് ചേർത്തപ്പോ ഹെവൻ ചേർക്കരുത് എന്ന് ചേർത്താല് കൂടുതൽ അതൊരു കത്തോലിക്ക വികാരങ്ങൾക്ക് എതിരാവുമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹം ഉട്ടോപ്യ എന്നാണ് ചേർത്തത്. അപ്പോ അത് ഞാൻ അന്ന് അവിടെ പറഞ്ഞാണ്. അപ്പൊ ഉട്ടോപ്യ എന്ന് പറഞ്ഞൊരു സാങ്കല്പിക ലോകമാണ്. അങ്ങനെ ഒരു എല്ലാവരും നമുക്ക് ഇഷ്ടത്തിനും പ്രവർത്തിക്കുകയൊക്കെ അനുസരിച്ച് പ്രവർത്തിച്ചാൽ എല്ലാം ഓക്കെ. രാഷ്ട്രീയ ഉട്ടോപ്യ പോലെ രാഷ്ട്രീയക്കാരെ പരിഷ്കർത്താക്കളെ സമൂഹം തന്നോട് തെറ്റ് ചെയ്തു എന്ന് കരുതുമ്പോൾ നിയമനിഷേധയായ ഭവന വേദന കവർച്ച നടത്തുന്നത് പോലെ. അതായത് രാഷ്ട്രീയക്കാരെ പരിഷ്കർത്താക്കളുടെ കാര്യങ്ങൾ പറയാണ്. അവരെന്താണ്, എല്ലാവരും ഈ ലോകം മുഴുവനും എല്ലാവരും മര്യാദക്കാരായാല് നമ്മൾ ഓക്കെ. സമൂഹം തന്നോട് തെറ്റ് ചെയ്തു എന്ന് കരുതുന്ന നിയമനിഷേധ ഭവനവേദന കവർച്ച നടത്തുന്നത്. അതായത് കള്ളനെ പോലെ. കള്ളൻ എന്താണ് വിചാരിക്കണേ, എല്ലാവരുടെ കയ്യിലും പണമുണ്ട്, എനിക്ക് മാത്രം പണമില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരുടെ പണം വേണം. അപ്പോ എല്ലാം നഷ്ടപ്പെട്ടോടുകൂടി തടവിലാക്കപ്പെട്ട ഒരു അമിത മദ്യാസക്തിനെ പോലെ. എല്ലാം നഷ്ടപ്പെട്ട് തടവിലാക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ തടവിലാക്കപ്പെട്ട മദ്യത്തിന്റെ അമിത മദ്യാസക്തിനെ പോലെ. ഇതെല്ലാം കൂട്ടിക്കെട്ടിയാണ് ഒരു ഉദാഹരണങ്ങൾ പറഞ്ഞത് അല്ലെ. റിട്ടയർഡ് ബിസിനസ്സുകാരൻ ഫ്ലോറിഡയില് അവിടെ കിടന്നിങ്ങനെ ഒന്നും ചെയ്യാതെ പരാതി പറയാണ്. വൈദികനും പരാതി പറയാണ്. രാഷ്ട്രീയക്കാരും പരിഷ്കർത്താക്കളും പരാതി പറയാണ്. കള്ളനും പരാതി പറയാണ്. അമിത മദ്യാസക്തിനും പരാതി പറയാണ്. പക്ഷെ ഇവിടെ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തില്ലെങ്കിലും ഈ സ്വാർത്ഥതയിൽ നിന്ന് നമുക്ക് പിന്നോട്ട് വലിയാൻ കഴിയില്ല. നമ്മുടെ പ്രതിഷേധങ്ങൾ എന്തൊക്കെയായാലും നമ്മൾ പലരും സ്വന്തം കാര്യങ്ങൾ മാത്രം, വെറുപ്പുകളുടെയും സ്വയം സഹതാപത്തിന് മാത്രം താല്പര്യമുള്ളവരല്ലേ. ഇപ്പൊ എന്തൊക്കെ പ്രതിഷേധങ്ങൾ ഇതിനെപ്പറ്റി നമ്മൾ പറഞ്ഞാലും നമ്മളെപ്പോഴും നമ്മളെ പറ്റി ചിന്തിക്കുകയും സ്വയം സഹതാപം, വെറുപ്പുകളിലൊക്കെ ജീവിക്കുന്നുണ്ട്. സ്വാർത്ഥത പ്രശ്നങ്ങളുടെ മൂല കാരണമാണ് എന്ന് നമുക്ക് അറിയുന്നത്. അപ്പൊ റൂട്ട് കോസ് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ചെടിക്ക് റൂട്ട് എന്ന് പറഞ്ഞാൽ വേരെങ്ങനെയാണ്? സ്വാർത്ഥതയാണ്. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? ചെടി എന്താണ് പുഷ്പിക്കുന്നത്? അങ്ങനെ സ്വാർത്ഥതയിൽ നിറഞ്ഞ ഒരു ചെടിയായിട്ട് നമ്മൾ ഉപമിച്ചു കഴിയുമ്പോൾ കിട്ടുന്നത് എന്താണ്? ഭയം, സ്വന്തമായ വിദ്യാധാരണകൾ, ഭാഗ്യാന്വേഷണങ്ങളാലും സ്വയം സഹതാപത്താലും നയിക്കപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ സഹജീവികളുടെ മേൽ കുതിര കയറുകയും അവർ തിരിച്ചടക്കുകയും ചെയ്തു. അപ്പോ മറ്റുള്ള ആളുകളുടെ മേൽ നമ്മൾ കുതിര കയറി അവരെ നമ്മൾ തിരിച്ചടിച്ചു. പലപ്പോഴും യാതൊരു പ്രകോപനവുമില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ നമ്മെ പലപ്പോഴും ദ്രോഹിക്കുന്നു. പക്ഷെ പണ്ടപ്പോഴോ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ നാം എടുത്തിട്ടുണ്ടെന്നും അത് നമ്മെ പിന്നീട് ദ്രോഹിക്കപ്പെടാത്ത സ്ഥിതിയിൽ എത്തിച്ചു നിർത്തിയിട്ടുണ്ടെന്ന് അനിവാര്യമായും നാം കാണുന്നു. അപ്പോ മറ്റുള്ളവരെ നമ്മളെ പണ്ട് നമ്മളെടുത്തത് എന്താണ്? സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടാണ് ആ സ്ഥിതിയിൽ പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ ദ്രോഹിച്ചത് എന്ന് നാം ഇപ്പോൾ കാണുകയാണ്. കുടിയുടെ കാലഘട്ടത്തിൽ ഞാൻ എപ്പോഴോ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ പല തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അതാണ് ദ്രോഹിക്കപ്പെടാത്ത സ്ഥിതിയിൽ എത്തിച്ചു നിർത്തിയിരുന്നത് അനിവാര്യമായിട്ടെന്ന് നമുക്ക് കാണുന്നു. അപ്പോ അടുത്ത് വായിക്കാവോ? അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടികളാണെന്ന് വിചാരിക്കുന്നു. നമ്മളിൽ നിന്ന് തന്നെയാണിത് ഉയർന്നു വരുന്നത്. സ്വേച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യപാനസക്തൻ ഒരു കടുത്ത ഉദാഹരണമാണ്.
അയാൾ പലപ്പോഴും അങ്ങനെ കരുതുന്നില്ലെങ്കിലും അമിത മദ്യപാനാസക്തരായ നമ്മൾ എല്ലാറ്റിനുമുപരിയായി ഈ സ്വാർത്ഥത ഉപേക്ഷിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ദൈവം അത് സാധ്യമാക്കുന്നു. അദ്ദേഹത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായി സ്വാർത്ഥതയിൽ നിന്നും മോചിതനാകുന്നതിന് മറ്റു മാർഗമുള്ളതായി കാണപ്പെടുന്നില്ല. ധാർമ്മികവും താത്വികവുമായ ദൃഢവിശ്വാസങ്ങൾ സമൃദ്ധമായി നമുക്കുണ്ടായിരുന്നു. പക്ഷേ അതനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അതിന് നമുക്ക് കഴിഞ്ഞില്ല. ഞങ്ങളുടെ തന്നെ ശക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടോ ആശ്രയിച്ചുകൊണ്ടോ ഞങ്ങളുടെ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കുന്നതിനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഈ പാരഗ്രാഫിൽ വ്യക്തമായിട്ട് പറയുന്നത് വെച്ചാല് നമുക്ക് പറ്റിയിട്ടുള്ള പല കുഴപ്പങ്ങളുണ്ട്. ഭാര്യ ഉപേക്ഷിച്ചു പോയതാകാം, ജോലി നഷ്ടപ്പെട്ടു പോയതാകാം, കാർ ആക്സിഡന്റ് ആകാം, ഡ്രൈവേഴ്സ് ലൈസൻസ് കാര്യമാകാം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എന്റെ കുഴപ്പം കൊണ്ടല്ല മറ്റുള്ളവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം തന്നെ അടിസ്ഥാനപരമായി നമ്മുടെ കുഴപ്പങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടികൾ ആണെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മുടെ പണം നഷ്ടപ്പെട്ടതാകാം, ചിലപ്പോൾ നമ്മുടെ നല്ല കൂട്ടുകാരെ നമ്മൾ നഷ്ടപ്പെടുത്തിയതാകാം, നമ്മുടെ സഹോദരിമാര് സഹോദരന്മാര്, നമ്മുടെ അമ്മ അപ്പൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുള്ള പലരുടെ മേലും നമ്മൾ കുതിര കയറിയതുകൊണ്ടും അവര് നമ്മുടെ മേൽ കുതിര കയറാനുള്ള ഒരു കാരണം വഴിമരുന്ന് ഇട്ടുകൊടുത്തത് നമ്മളാണ്. നമ്മൾ സ്വാർത്ഥതയിലൂന്നിയ പല തീരുമാനങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മളിൽ നിന്ന് തന്നെയാണ് അത് ഉയർന്നു വന്നത്. അപ്പൊ ഈ സ്വാർത്ഥത എവിടെ നിന്നാണ് വന്നത്? നമ്മളിൽ നിന്ന് സ്വേച്ഛയാൽ നയിക്കപ്പെട്ട് കുഴപ്പത്തിലെത്തിയതിന് അമിത മദ്യാസക്തന് ഒരു കടുത്ത ഉദാഹരണമാണ്. അപ്പൊ മുകളിൽ കുറെ ഉദാഹരണങ്ങൾ പഠിച്ചതിന് ശേഷം അമിത മദ്യാസക്തന്റെ കാര്യവും പറയുന്നുണ്ട് അവിടെ. അപ്പൊ സ്വാർത്ഥതയുടെ ഏറ്റവും വലിയ മകുട ഉദാഹരണം എന്ന് അവിടെ പറഞ്ഞു നിൽക്കുന്നത് അമിത മദ്യപാനാസക്തനാണ്. അയാൾ പലപ്പോഴും അങ്ങനെ കരുതുന്നില്ല. അമിത മദ്യാസക്തൻ എപ്പോഴും എന്താ പറയുന്നത്? ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചൂഴ്ന്നിറങ്ങി നോക്കിയാൽ അയാളുടെ ഈ സ്വാർത്ഥത അയാൾ നയിക്കപ്പെട്ടുകൊണ്ട് ഇത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണും. അമിത മദ്യപാനാസക്തനായ നമ്മൾ എല്ലാറ്റിനുപരിയായി ഈ സ്വാർത്ഥത ഉപേക്ഷിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തേ പറ്റും. അപ്പൊ സ്വാർത്ഥത നമ്മൾ ഉപേക്ഷിക്കണം. സെൽഫ് സെന്റേർഡ്നെസ്, ഈഗോസെൻട്രിക് ആയിട്ടുള്ള നമ്മൾ ഇതെല്ലാം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അത് നമ്മെ നശിപ്പിക്കും. ദൈവം അത് സാധ്യമാക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ നിന്നാണ് വരുന്നത്. മൂന്നാം പടിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുക. അപ്പൊ മൂന്നാം പടിയിലെ ദൈവമാണ് അത് സാധ്യമാക്കി തരുന്നത്. മൂന്നാം പടിയെ കുറിച്ച് നമ്മളെ കൂടുതൽ ബോധ്യപ്പെടുത്തി തരുന്ന കുറെ പാരഗ്രാഫുകളാണിത്. അദ്ദേഹത്തിന്റെ സഹായമില്ലാതെ പൂർണ്ണമായി സ്വാർത്ഥതയിൽ നിന്ന് മോചനാകാൻ മറ്റു മാർഗമുള്ളതായി കാണപ്പെടുന്നില്ല. ധാർമ്മികവും താത്വികവുമായ ദൃഢവിശ്വാസങ്ങൾ സമൃദ്ധമായി നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ തന്നെ ശക്തിയെ ആഗ്രഹിച്ചുകൊണ്ടോ ആശ്രയിച്ചുകൊണ്ടോ ഞങ്ങളുടെ തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രങ്ങൾ കുറിക്കാനും കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. എന്താണ്? നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിച്ചു. എന്റെ ശക്തി, എന്റെ ചിന്തകളിൽ ഊതി അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചു. ചില സമയങ്ങളിലെങ്കിലും ധാർമ്മികവും താത്വികവുമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മുതിർന്നതും ആ ദൃഢവിശ്വാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിച്ചിരുന്നപ്പോ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്നപ്പോ പോലും അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതെന്താണ് കാരണം? അതിന് കാരണം നമ്മൾ ആശ്രയിച്ച ശക്തി നമ്മളെ തന്നെയാണ്. നമ്മളെ തന്നെ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ദൃഢവിശ്വാസത്തിലും ധാർമ്മികതയിലും ദൃഢവിശ്വാസത്തോടു കൂടിയ ധാർമ്മികതയിലും താത്വികവുമായിട്ടുള്ള കാര്യങ്ങളിലും ജീവിക്കാൻ സാധിക്കില്ല. തന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണം കുറയ്ക്കണം. എന്റെ ശക്തി, സെൽഫ് വിൽ അല്ലെങ്കിൽ മൈ വിൽ, എന്റെ ശക്തിയെ മാറ്റിക്കൊണ്ട് ഗോഡ്സ് വില്ലിലേക്ക് നമ്മൾ മാറണം. ഞങ്ങൾക്ക് ദൈവത്തിന്റെ സഹായം ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. അടുത്ത് വായിക്കാവോ? ദൈവത്തിന്റെ സഹായത്തെ കുറിച്ചുള്ളതാണ് അടുത്ത് പറയുന്നത്. അടുത്ത് വായിക്കാവോ? ഇങ്ങനെ ആവുന്നതിന്റെ കാര്യകാരണങ്ങൾ ഇതാണ്. ഇങ്ങനെ ആവുന്നതിന്റെ കാര്യകാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി, ദൈവത്തെ കളിപ്പിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി ഇങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കും എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും.
മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അപ്പോ രണ്ട് കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ആവുന്നതിന്റെ കാര്യകാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി, ദൈവത്തെ കളിപ്പിക്കുന്ന ഏർപ്പാടെന്നല്ല, ദൈവം കളിക്കുന്ന ഏർപ്പാടെന്നാണ് ഇംഗ്ലീഷ് ബുക്കിൽ. ക്വിറ്റ് പ്ലേയിങ് ഗോഡ് എന്നാണ്. അതായത് നമ്മൾ ദൈവം കളിക്കുന്ന ഏർപ്പാട് നിർത്തുക എന്നാണ്. ദൈവത്തെ കളിപ്പിക്കുന്ന ഏർപ്പാടെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തെറ്റാണ്. ക്വിറ്റ് പ്ലേയിങ് ഗോഡ് എന്ന്. അപ്പൊ ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി, ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കും എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ ഇവിടെ ഏജന്റുമാരാണ്. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും. മിക്ക നല്ല ആശയങ്ങൾ നടന്ന ഈ വിജയനുമായി അവിടെ ഈ ആശയമായിരുന്നു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. എങ്ങനെയാണ് എന്റെ സ്വാർത്ഥതയിൽ നിന്ന് എനിക്ക് മോചനം നേടുന്നത്? ഹൗ? അതിന്റെ ഉത്തരം എന്താണ്? ഹൗ എന്നതിന്റെ ഉത്തരം ക്വിറ്റ് പ്ലേയിങ് ഗോഡ്, അതായത് ദൈവം കളിക്കുന്ന ഏർപ്പാട് അങ്ങ് നിർത്തിക്കൊള്ളുക. വൈ? എന്തുകൊണ്ടാണ് അത് നിർത്തേണ്ട കാരണം? ഇറ്റ് ഡിഡിന്റ് വർക്ക്. ഇത് വർക്ക് ചെയ്തില്ല, അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ബുക്കിൽ അത് പറയുന്നത് ഇറ്റ് ഡിഡിന്റ് വർക്ക് എന്നാണ്. അപ്പോ ദൈവത്തെ കളിപ്പിക്കുന്ന ഏർപ്പാടെന്നല്ല, ദൈവം കളിക്കുന്ന ഏർപ്പാട് നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നിർത്തേണ്ടത്? അത് വർക്ക് ആവുന്നില്ല. നെക്സ്റ്റ്, വി ഡിസൈഡ് ടു ഹാവ് ഫിയർ ആഫ്റ്റർ ഇൻ ദിസ് ഡ്രാമ ഓഫ് ലൈഫ് ഗോഡ് വാസ് ഗോയിങ് ടു ബി അവർ ഡയറക്ടർ. എന്താണ് ഇനി നമ്മുടെ ജീവിത നാടകത്തിൽ എന്താണ് സംഭവിക്കുക? നമ്മള് ദൈവത്തെ ഡയറക്ടർ ആക്കുന്നു. ഹി ഈസ് ദ പ്രിൻസിപ്പൽ, വി ആർ ഹിസ് ഏജന്റ്സ്. ഹി ഈസ് ദ ഫാദർ ആൻഡ് we are his children. Most good idea or symbol, and the concept was the keystone of the new and a triumphant arch through which we passed to freedom. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ ഈ പാടികളെല്ലാം ചെയ്യുന്നത് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ഹാപ്പി ജോയ്സ് ആൻഡ് ഫ്രീ തുടങ്ങി. അപ്പൊ ഹാപ്പി ജോയ്സ് ആൻഡ് ഫ്രീയിലേക്ക് പോകുന്ന ഒരു ആർച്ചിനെ പറ്റിയാണ് ബിൽ ഡബ്ല്യു പറയാം. അപ്പൊ നമ്മൾ ഈ ആർച്ചിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ് അവിടെ. എന്താണ്? നമ്മൾ ദൈവത്തെ നമ്മുടെ ഡയറക്ടറായിട്ട് സ്വീകരിക്കുന്നു. ദൈവം നമ്മുടെ മുതലാളിയായിട്ട് സ്വീകരിക്കുന്നു. നമ്മൾ അദ്ദേഹത്തിന്റെ ഏജന്റുമാണ്. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കളും. മിക്ക നല്ല ആശയങ്ങൾ ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്ന വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല്, കോർണർ സ്റ്റോൺ ഇതാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഒരു ആർച്ചായിട്ട് സങ്കല്പിച്ച ആർച്ചിന്റെ മൂലക്കല്ല് ഇതാണ്. അതിനുശേഷം അടുത്ത ഇതിൽ പറയാം. വായിക്കാവോ? ആത്മാർത്ഥമായി അത്തരമൊരു നിലപാട് ഞങ്ങൾ എടുത്തപ്പോൾ എല്ലാ തരത്തിലുള്ള ഗണനീയമായ കാര്യങ്ങളും അതിനെ പിന്തുടർന്നു വന്നെത്തി. ഞങ്ങൾക്കൊരു പുതിയ യജമാനനുണ്ടായി. അദ്ദേഹത്തോട് സമീപവർത്തിയായിരിക്കുകയും അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിർവഹിക്കുകയും ചെയ്തു. സർവശക്തനായ അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു. അത്തരമൊരു നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ നിസ്സാരങ്ങളായ പ്ലാനുകളിലും കളമൊരുക്കങ്ങളിലും സാവധാനത്തിൽ താല്പര്യം കുറഞ്ഞവരായി തീർന്നു. ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്ന് നോക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരായി തീർന്നു. ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി ഞങ്ങൾ അറിഞ്ഞപ്പോൾ, മനസ്സമാധാനം ഞങ്ങൾ ആസ്വദിച്ചപ്പോൾ, ജീവിതത്തെ വിജയകരമായി നേരിടാമെന്ന് ബോധവാന്മാരായി തീർന്നപ്പോൾ, ഇന്നിനെക്കുറിച്ചും നാളെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ളതിനെക്കുറിച്ചും ഉള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിയാൻ തുടങ്ങി. ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. അപ്പോ അവിടെ പറയുന്നത് എന്താ വെച്ചാല്, ഞാനിപ്പോ ആദ്യം പറഞ്ഞ പോലെ കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 ആണ്. ഈ സ്റ്റോൺ ആണ് സ്റ്റെപ്പ് 3. അതായത് രണ്ട് ആർച്ചുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതാണ് കീ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റെപ്പ് 3 ആണ്. അപ്പൊ ഇവിടെ വെച്ചിട്ട് അദ്ദേഹം പറയാണ്, ആത്മാർത്ഥമായ അത്തരമൊരു നിലപാട് ഞങ്ങൾ എടുത്തപ്പോൾ. അത്തരമൊരു നിലപാട്, ആ നിലപാടിനെ പറ്റിയാണ് മുമ്പിലുള്ള പാരഗ്രാഫിൽ പറഞ്ഞത്. എന്തായിരിക്കും? ഞങ്ങളുടെ ജീവിതത്തിന്റെ ഡയറക്ടർ ദൈവമായിരിക്കും ഞങ്ങളുടെ മുതലാളി. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വെറും ഏജന്റുമാർ മാത്രം. ദൈവമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മക്കള്. അങ്ങനെയുള്ള ആശയങ്ങൾ, അത്തരമൊരു നിലപാട് ഞങ്ങൾ എടുത്തപ്പോൾ എല്ലാ തരത്തിലുള്ള ഗണനീയമായ കാര്യങ്ങളും അതിനെ പിന്തുടർന്ന് വന്നെത്തി. എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു നിലപാട് നമ്മൾ എടുത്തപ്പോ നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്? വി ഹാഡ് എ ന്യൂ എംപ്ലോയർ. ഞങ്ങൾക്കൊരു പുതിയ യജമാനനുണ്ടായി. അപ്പൊ പുതിയ യജമാനൻ ഉണ്ടാകുമ്പോൾ യജമാനൻ പറയുന്ന ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അദ്ദേഹത്തോട് സമീപവർത്തിയായിരിക്കും, അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിർവഹിക്കുകയും ചെയ്തു.
അതായത് ബീയിങ് ഓൾ പവർഫുൾ ഹി പ്രൊവൈഡ് വാട്ട് വി നീഡഡ്, ഇഫ് ഹി കെപ്റ്റ് ക്ലോസ് ഹിം ഹി പെർഫോംഡ് ഹിസ് വർക്ക് ആസ് വെൽ. അപ്പൊ നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ച് താഴെ പറയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, അദ്ദേഹത്തോട് സമീപവർത്തിയായിരിക്കുകയും അദ്ദേഹത്തിന്റെ ജോലി നന്നായി നിർവഹിക്കുകയും ചെയ്തു. രണ്ട്, സർവശക്തനായ അദ്ദേഹം ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തന്നു. മൂന്ന്, ആത്മപരമായ നിലപാടിൽ ഉറച്ചു നിന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തന്നെ നിസ്സാരങ്ങളായ പ്ലാനുകളും കളമൊരുക്കലിനും സാവധാനം താല്പര്യം കുറഞ്ഞവരായി തീർന്നു. അപ്പൊ ലെസ് ആൻഡ് ലെസ് അല്ലെ, നമുക്ക് നമ്മുടേതായ സ്വാർത്ഥപരമായിട്ടുള്ള പ്ലാനുകള്, കളമൊരുക്കലുകള്, അതിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കേണ്ടതായി വന്നു, അല്ലെങ്കിൽ നമുക്ക് താല്പര്യം കുറഞ്ഞു. അപ്പൊ അടുത്തതോ, ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് സമ്മാനം നൽകാൻ കഴിയുമെന്നതിന് നോക്കുന്നതിനെ ജീവിതത്തിൽ എന്ത് സമ്മാനം നൽകാൻ കഴിയുമെന്നതിനേക്കാൾ ഞങ്ങൾ കൂടുതൽ മറുപടി നൽകാൻ കഴിയുമെന്ന് നോക്കുന്നതിനേക്കാൾ ഞങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരായി തീർന്നു. ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ കഴിയുമെന്ന് നോക്കുന്നത് ഞങ്ങൾ കൂടുതൽ താല്പര്യമുള്ളവരായി തീർന്നു. അത് ഇംഗ്ലീഷിൽ എങ്ങനെ വെച്ചാൽ, our little plans and designs, more and more we was became interested in seeing what we could contribute to life. ജീവിതത്തിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് കൂടുതൽ സംഭാവന നൽകാൻ കഴിയുന്നത്. അടുത്ത, as we felt a new power flow in. അപ്പോഴെന്താണ് സംഭവിച്ചത്? ഞങ്ങളുടെ ഉള്ളിൽ പ്രവഹിക്കുന്ന പുതിയ ശക്തി, ഒരു ഫ്ലോ ഉണ്ടായി അല്ലെ, നമ്മുടെ ഉള്ളിലൊരു ഫ്ലോ ഉണ്ടായി. ഞങ്ങൾ അറിഞ്ഞപ്പോൾ മനസ്സമാധാനം ഞങ്ങൾ ആസ്വദിച്ചു. അപ്പൊ ആസ് വി എൻജോയ്ഡ് പീസ് ഓഫ് മൈൻഡ്, ഇവിടെ വെച്ച് നമ്മൾ പീസ് ഓഫ് മൈൻഡ് എൻജോയ് ചെയ്യാണ്. ജീവിതത്തെ വിജയകരമായി നേരിടുന്ന ബോധവാന്മാരായി തീർന്നപ്പോൾ അടുത്തതിനാണ്, ആസ് വി ഡിസ്കവേർഡ് വി കുഡ് ഫേസ് ലൈഫ് സക്സസ്ഫുള്ളി. അതായത് നമ്മുടെ ജീവിതത്തെ വിജയകരമായി നേരിടാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രമിക്കണം. ആസ് വി ഡിസ്കവേർഡ്, നമ്മൾ കണ്ടുപിടിക്കുകയാണ്, വി കുഡ് ഫേസ് ലൈഫ് സക്സസ്ഫുള്ളി, നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തീർന്നപ്പോൾ പുതിയ ശക്തി മനസ്സമാധാനം ഞങ്ങൾ ജീവിതത്തെ വിജയം, ഇന്നിനെ കുറിച്ച്, നാളെ കുറിച്ച്, ഇനി അങ്ങോട്ടുള്ളതിനെ കുറിച്ചുള്ള ഭയം ഞങ്ങളെ വിട്ടഴിഞ്ഞു തുടങ്ങി. വി ബിഗാൻ ടു ലോസ് അവർ ഫിയർ ഓഫ് ടുഡേ, ടുമാറോ ഓർ ദ thereafter. അതായത് ഇന്നിനെ കുറിച്ച്, നാളെ കുറിച്ച്, ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ജീവിതത്തെ കുറിച്ചുള്ള ഭയം ഞങ്ങളെ വിട്ടൊഴിഞ്ഞു തുടങ്ങി. എന്നിട്ട് പറയാണ്, ഞങ്ങൾ പുനർജനിക്കപ്പെട്ടു. വി വേർ റീബോൺ, നമ്മള് പുനർജനിക്കപ്പെട്ടു എന്ന് പറയാണ്. അപ്പോ അടുത്തത് വായിക്കാവോ? ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പടിയിലായിരുന്നു. തങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സൃഷ്ടാവിനോട് ഞങ്ങളിൽ പലരും പറഞ്ഞു, ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിന്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം തരിക. അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം ഞാൻ കൂടുതൽ ഭംഗിയായി നിറവേറ്റും. എൻ്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗനിർദ്ദേശവും മൂലം എനിക്ക് സഹായിക്കുവാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്നതിന് സാക്ഷ്യം വഹിക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കുവാൻ ഇടവരട്ടെ. ഈ പടി ജീവിതത്തിൽ പകർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ഇതിനു സജ്ജരായിരുന്നു എന്നും ഞങ്ങൾക്ക് ഒടുവിൽ എല്ലാം സ്വയം അദ്ദേഹത്തിൽ ഉപേക്ഷിക്കുവാൻ കഴിയുന്നുവെന്നും ഞങ്ങൾ ഉറപ്പുവരുത്തി. അപ്പോ നമ്മള് പുനർജനിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ പടിയിലായിരിക്കുന്നു. ഇപ്പൊ എന്താണ്, നമ്മൾ ആ ഏരിയയിലേക്ക് കടന്നിട്ടുള്ളൂ. തങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള സൃഷ്ടാവിനോട് ഞങ്ങളിൽ പലരും പറഞ്ഞു. അപ്പൊ അത് പ്രാർത്ഥനയാണ്. മൂന്നാമടിയുടെ പ്രാർത്ഥന എവിടെയെന്ന് വെച്ചാൽ പേജ് നമ്പർ 62 ആ പാരഗ്രാഫിലാണ്. ദൈവമേ, അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ എന്നെ പ്രവർത്തിപ്പിക്കുന്നതിനും എന്നെ സൃഷ്ടിച്ചെടുക്കുന്നതിനും വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. സ്വാർത്ഥത്തിന്റെ കെട്ടുപാടിൽ നിന്ന് എനിക്ക് മോചനം നൽകുക. അപ്പൊ ഈ പ്രാർത്ഥനയിൽ ഊന്നി നിൽക്കുന്നത് ഈ സ്വാർത്ഥതയിൽ നിന്ന് മാറി നിൽക്കാനുള്ള സഹായം മേടിച്ചുകൊണ്ട്, അങ്ങനെയായാൽ അങ്ങയുടെ ഇംഗിതം കൂടുതൽ ഞാൻ ഭംഗിയായി നിറവേറ്റും, എന്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുക. അങ്ങനെയായാൽ അങ്ങയുടെ ശക്തിയും സ്നേഹവും അങ്ങയുടെ ജീവിത മാർഗനിർദ്ദേശം മൂലം എനിക്ക് സഹായിക്കാൻ കഴിയുന്നവർ ഞാൻ പ്രയാസങ്ങളുടെ മേൽ വിജയം കൈവരിക്കുന്ന സാക്ഷ്യം വഹിക്കും. ഞാൻ എപ്പോഴും അങ്ങയുടെ ആഗ്രഹം നിർവഹിക്കാൻ ഇടവരട്ടെ. ഈ പടി ജീവിതത്തിൽ പകർത്തുന്നതിന് മുമ്പ് ഞങ്ങൾ അതിന് സജ്ജമായിരുന്നുവെന്നും ഞങ്ങൾക്ക് ഒടുവിലെല്ലാം സ്വയം അദ്ദേഹത്തിന് ഉപേക്ഷിക്കാൻ കഴിയുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തി. അപ്പോ പൂർണ്ണമായിട്ടും നമ്മുടെ ഹയർ പവറിലേക്കുള്ള ഒരു ആശ്രയത്വത്തിലേക്ക് നമ്മൾ അവിടെ വന്നു ചേരുവാണ്. ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ അതിനാഗ്രഹിക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ദൂരീകരിക്കാനും
അതിനകത്ത് സ്വാർത്ഥതയിൽ നിന്ന് മാറി നിൽക്കാനുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചാൽ മാത്രമാണ് അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ഇംഗിതം ഭംഗിയായിട്ട് നിറവേറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ആ പ്രാർത്ഥന. നമുക്കത് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അടുത്തത് വായിക്കാവാ. ഭാര്യ, നല്ല സുഹൃത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ആധ്യാത്മിക ആചാര്യൻ എന്നിങ്ങനെ സഹൃദയനായ ഒരാളുമായി ഞങ്ങളുടെ ഈ ആത്മീയ നടപടി പങ്കുവെക്കുന്നത് വളരെ അഭികാമ്യമാണെന്ന് ഞങ്ങൾ കണ്ടു. പക്ഷേ തെറ്റായി ധരിക്കാനിടയുള്ള ഒരാളെ കാണുന്നതിനേക്കാൾ ദൈവത്തോട് നേരിട്ട് ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നതാണ് നല്ലത്. ഉപാധികളൊന്നും കൂടാതെ അത് ഉച്ചരിച്ചുകൊണ്ടുള്ള തികച്ചും ഐച്ഛികമായ നിലയിലുള്ളതായിരുന്നു ദൈവം എന്ന പദപ്രയോഗത്തിന്റെ പ്രകടമായ ആശയം. സത്യസന്ധമായും വിനയത്തോടും ചെയ്താൽ ചിലപ്പോൾ വളരെ മഹത്തായ നിലയിൽ തന്നെ ഫലവത്തും ആ ഒരു തുടക്കം മാത്രമായിരുന്നു അത് ഉടനെ അനുഭവസിദ്ധമാക്കുന്ന ഒന്ന്. അപ്പൊ അടുത്തത് നമ്മളെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത്. അപ്പൊ അന്നത്തെ കാലത്താണ് 1939 എഴുതിയ ഒരു പുസ്തകമാണ് ഭാര്യ, നല്ല സുഹൃത്ത്, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആധ്യാത്മിക ആചാര്യൻ എന്തെങ്കിലും സഹൃദയ ആളുമായി ഞങ്ങളുടെ ആത്മീയ നടപടി പങ്കുവെക്കുന്നതിന് വളരെ അഭിമുഖമാണെന്ന് കണ്ടു. പക്ഷെ ഇന്ന് ഏകദേശം 90 വർഷങ്ങളും പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ഒത്തിരി ആത്മീയ ആചാര്യന്മാർ നമ്മളോടൊപ്പം തന്നെയുണ്ട്, ആൽക്കോൾ സർവീസിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ നമുക്ക് ഒരു അതിന്റെ സഹായം സ്വീകരിച്ചാൽ മതി. പക്ഷെ തെറ്റായി ധരിക്കാനിടയുള്ള ഒരാളെ കാണുന്നതിനേക്കാൾ ദൈവത്തോട് നേരിട്ട് ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തുന്നതാണ് നല്ലത്. ഉപാധികളൊന്നും കൂടാതെ അത് ഉച്ചരിച്ചുകൊണ്ടുള്ള തികച്ച ഐച്ഛികമായ നിലയിലുള്ള ദൈവം എന്ന പദപ്രയോഗത്തിന് പ്രകടമായ ആശയം സത്യസന്ധമായും വിനയത്തോടും ചെയ്താൽ ചിലപ്പോൾ വളരെ മഹത്തായ നിലയിൽ തന്നെ ഫലവത്തും ഒരു തുടക്കം മാത്രമാണത്. അത് ഉടനെ അനുഭവസിദ്ധമാക്കുന്ന ഒന്നാണ്. അടുത്ത പാരഗ്രാഫിൽ വായിക്കാവോ. പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത് ഊർജ്ജസ്വലമായ പ്രവൃത്തിയിന്മേൽ ഊന്നിയാണ്. അതിന്റെ ആദ്യത്തെ പടി ഞങ്ങളിൽ അധികം പേരും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്ത വ്യക്തിപരമായ ഒരു വീട് വൃത്തിയാക്കൽ പ്രക്രിയയായിരുന്നു. ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ സ്വയം ഉപേക്ഷിക്കുവാനും നേരിടുവാനുമുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ തീരുമാനം എത്ര പ്രധാനവും നിർണായകവുമായിരുന്നെങ്കിലും അവയ്ക്ക് സ്ഥായിയായ ഒരു ഫലമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണം മാത്രമായിരുന്നു. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ടായിരുന്നു. അപ്പോ ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തിന്റെ ഭാഗത്തില് ദിസ് വാസ് ഓൺലി എ ബിഗിനിങ് ദോ ഇഫ് ഹോണസ്റ്റ്ലി ആൻഡ് ഹംബ്ലി മെയ്ഡ് ആൻ എഫക്ട് സംടൈംസ് എ വെരി ഗ്രേറ്റ് വൺ വാസ് ഫെൽറ്റ് അറ്റ് വൺസ്. അതായത് ഒരു പ്രോമിസ് ആണ്. അതായത് സത്യസന്ധമായ വിനയത്തോട് ചെയ്താൽ ചിലപ്പോൾ വളരെ മഹത്തായ നിലയിൽ തന്നെ ഫലവത്തും ആ ഒരു തുടക്കം മാത്രമായിരുന്നു അത് ഉടനെ അനുഭവസിദ്ധമാകുന്ന ഒന്ന്. അതൊരു പ്രോമിസ് ആണ്. അപ്പോ പിന്നീട് നമ്മൾ വായിച്ചത് പിന്നീട് ഞങ്ങൾ മുന്നോട്ട് പോയത് നെക്സ്റ്റ് വി ലോഞ്ച്ഡ് അഡ്വാൻസ് കോഴ്സ് വിഗറസ് ആക്ഷൻ എന്ന് വെച്ചാല് വിഗറസ് ആക്ഷൻ എന്ന് വെച്ചാല് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ വളരെ ഊർജ്ജസ്വലമായിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്തു എന്നുള്ളതാണ്. അതിന്റെ പറയുന്നത് പേഴ്സണൽ ഹൗസ് ക്ലീനിങ്. അതൊരു പ്രവൃത്തി ആവശ്യമായിട്ട് വരുന്നതാണ്. വിച്ച് മെനി ഓഫ് us had never attempted though our decision was a vital. അപ്പോ അതിന്റെ ആദ്യത്തെപ്പടി ഞങ്ങൾ അധികം ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലാത്തതാണ്. വ്യക്തിപരമായ ഒരു വീട് വൃത്തിയാക്കൽ പ്രക്രിയയാണ്. ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ സ്വയം ഉപേക്ഷിക്കാനും നേരിടുവാനുള്ള ശക്തമായ ശ്രമങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം അത്ര പ്രധാനമായും നിർണായകമായിരുന്നെങ്കിലും അവയ്ക്ക് സഹായിയായ ഒരു ഫലം ഉണ്ടാകുമായിരുന്നില്ല. ദോ അവർ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 3 was a vital and a crucial step. It could have little permanent effect unless at once followed. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് എടുത്തില്ലായിരുന്നെങ്കിൽ പിന്നീട് നമ്മൾ ഈ കാര്യങ്ങൾ പലതും തടഞ്ഞു കിടത്താം. ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഉപേക്ഷിച്ചു പോയാല് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളെ നേരിടാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ എടുക്കുകയില്ലായിരുന്നു. നമ്മൾ എവിടെ സ്റ്റെപ്പ് 3 എടുത്തില്ലായിരുന്നെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ദോ അവർ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 3 വാസ് എ വൈറ്റൽ ആൻഡ് എ ക്രൂഷ്യൽ സ്റ്റെപ്പ്. അത് പ്രധാനപ്പെട്ടതും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഇറ്റ് കുഡ് ഹാവ് ലിറ്റിൽ പെർമനന്റ് എഫക്ട് അൺലെസ് അറ്റ് വൺസ് ഫോളോഡ് ബൈ എ സർവനസ് എഫർട്ട് ടു ഫേസ് ആൻഡ് ടു റൈഡ് ഓഫ് ദ തിങ്സ് ourselves which had been blocking us. Our liquor was symptoms, so we had to get down to cause and conditions. അപ്പോ നമ്മൾ വ്യക്തിപരമായ വീട് വൃത്തിയാക്കൽ തുടങ്ങാൻ പോവാണ്. നമുക്കറിയാം സ്റ്റെപ്പ് 4 ആണ്.
അപ്പൊ ഞങ്ങളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ സ്വയം ഉപേക്ഷിക്കാനും നേരിടുവാനുമുള്ള ശക്തമായ ശ്രമം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം അത്ര പ്രധാനമായും ആയിരുന്നെങ്കിൽ പോലും ഞങ്ങളുടെ മദ്യം ഒരു ലക്ഷണമായിരുന്നു. അതുകൊണ്ട് അവസ്ഥകളിലേക്കും കാരണങ്ങളിലേക്കും ഞങ്ങൾ ഇറങ്ങിച്ചെന്നു എന്നുള്ളതാണ് അവിടെ പറയാം. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ചയാണ് 4-ാം പടി പറയേണ്ടത്. അപ്പൊ നമുക്കൊരു ചെറിയ റിവ്യൂവിലേക്ക് പോകാം. നമുക്ക് അറിയാം എന്താണ് സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1 ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ആണ്. നമ്മള് പ്രോബ്ലത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പടി എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ സൊല്യൂഷൻ, റെക്കഗ്നൈസേഷൻ ഓഫ് ദ സൊല്യൂഷൻ. നമുക്ക് നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലേക്ക് ആശ്രയിക്കേണ്ടതുള്ളതാണ് രണ്ടാമത്തെ പടി പറയാ. മൂന്നാമത്തെ പടി എന്താണ്? കമ്മിറ്റഡ് ടു എ കോഴ്സ് ഓഫ് ആക്ഷൻ. ഒരു ആക്ഷനിലേക്ക് നമ്മള് പ്രതിജ്ഞ എടുക്കുകയാണ് അല്ലെങ്കിൽ കമ്മിറ്റ് ചെയ്യാണ്. അതിന്റെ പേരിലാണ് ഡിസിഷൻ. സ്റ്റെപ്പ് 4 എന്താണ്? ഇംപ്ലിമെന്റഡ് എ പ്ലാൻ ഓഫ് ആക്ഷൻ. അപ്പൊ നമ്മളൊരു പ്ലാൻ ഓഫ് ആക്ഷനിലേക്ക് നമ്മൾ തുടക്കം ബിഗാൻ ചെയ്യാണ് അല്ലെങ്കിൽ തുടങ്ങുകയാണ്. സ്റ്റെപ്പ് 5 ഫേസ്ഡ് അവർ ഡിഫക്ട്സ്. നമ്മുടെ തെറ്റുകളെ നേരിട്ട് ഫേസ് ചെയ്യാണ്. സ്റ്റെപ്പ് 6 റെക്കഗ്നൈസ് ദ നെസസിറ്റി ടു ബി ഫ്രീ ടു ഓഫ് ദിസ് ഡിഫക്ട്സ്. അതായത് ഇത്തരം കാര്യങ്ങളെ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട്, ഫ്രീ ആകാനായിട്ട് നമ്മൾ റെഡി ആവുകയാണ്. സ്റ്റെപ്പ് 7 എന്താണ്? Asked God to convert those defects into assets, began accepting responsibility for daily actions of behaviors. അതായത് ഇവിടെ വെച്ച് നമ്മളുടെ ഡിഫക്ട്സിന് those defects into assets and began accepting responsibility. നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും നമ്മളുടെ ഡിഫക്ട്സ് അസറ്റായി മാറുകയും നമുക്ക് ചെയ്യുകയാണ്. ഡെയിലി ആക്ഷൻസ് ആൻഡ് ബിഹേവിയേഴ്സ്. നമ്മളുടെ ദിവസേനയുള്ള പ്രവൃത്തികളുടെയും സ്വഭാവങ്ങളും വെച്ചുകൊണ്ട് നമ്മളുടെ ഡിഫക്ട്സുകൾ അസറ്റ് ആവുകയും നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു കൊടുക്കാൻ പോകുന്ന ഒരു സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 7. സ്റ്റെപ്പ് 8 എന്താണ്? അക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റി ഫോർ അവർ പാസ്റ്റ് ബിഹേവിയർ ആൻഡ് ആക്ഷൻ. നമ്മുടെ മുൻകാല പ്രവൃത്തികളുടെയും സ്വഭാവങ്ങളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. സ്റ്റെപ്പ് 9 മേഡ് പീസ് വിത്ത് അവർ ഫെലോ വൺ. നമ്മളുടെ കൂടെ താമസിക്കുന്ന അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ കൂടെ സഹവർത്തിക്കുന്ന ആളുകളുമായിട്ട് മെമ്പേഴ്സുമായിട്ട് നമ്മളൊരു പീസ് ഓഫ് മൈൻഡിൽ ജീവിക്കുകയാണ്. സ്റ്റെപ്പ് 10 ആണ് അവർ ഡേ ടൈം വാക്കിംഗ് അറൗണ്ട്. നമ്മളുടെ ദിവസേനയുള്ള നടത്തമാണ് സ്റ്റെപ്പ് 10. സ്റ്റെപ്പ് 11 എന്താണ്? അവർ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ദ ഡേ ആൻഡ് എവരിതിങ് ഇൻ ബിറ്റ്വീൻ ഡെവലപ്പ് ആൻഡ് 6 സെൻസ് ഓഫ് ഗോഡ് കോൺഷ്യസ് സ്റ്റെപ്പ്. അതായത് ദൈവിക ചിന്തയാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ചിന്തയാല് നമ്മള് നമ്മുടെ ദിവസം തുടങ്ങുകയും അവസാനിപ്പിക്കുകയും ചെയ്തു. ഇൻ ബിറ്റ്വീൻ, അതിനിടയിലെല്ലാം നമ്മൾ ഇത് പിന്തുടരുന്നത്. അതായത് ദൈവത്തിനോട് നമ്മൾ ചോദിക്കുന്നു, കേൾക്കുന്നു, അദ്ദേഹത്തിനെ കേൾക്കുന്നു. സ്റ്റെപ്പ് 12 എന്താണ്? ദ പ്രോമിസ്, ചാർജ് ആൻഡ് ചലഞ്ച്. നമുക്കറിയാം 3 ഭാഗമായിട്ട് നമ്മുടെ സ്റ്റെപ്പ് ഉള്ളത്. അതിനകത്ത് ആദ്യത്തെ ഭാഗം നമ്മുടെ പ്രോമിസ് ആണ്. രണ്ടാമത്തെ ഭാഗം നമ്മുടെ ചാർജ് ആണ്, അതിന്റെ ചലഞ്ച് ആണ്. എന്താണ് പ്രോമിസ്? ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കനിങ് ആസ് എ റിസൾട്ട് ഓഫ് ദ സ്റ്റെപ്സ്. അപ്പൊ അതാണ് പ്രോമിസ്. ചാർജ് എന്താണ്? വി ട്രൈ ടു ക്യാരി ദ മെസ്സേജ് ടു ആൽക്കഹോളിസം. മറ്റുള്ളവരിലേക്ക് സന്ദേശം പറയാം. ചലഞ്ച് എന്താണ്? ചലഞ്ച് പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഇൻ ഓൾ അവർ അഫയേഴ്സ് എന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് കഴിഞ്ഞ ആഴ്ച അതിനെ പറ്റി കുറച്ചൊക്കെ ഞാൻ സംസാരിച്ചാണ്. അപ്പോ നമ്മൾ ഈ 3-4 പേജ് ഞാൻ ആദ്യമേ ഇത് തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു. കാരണം ഇതൊരു വലിയ പെട്ടെന്ന് ഓടിപ്പിടിച്ച് തീർക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ അല്ല. ഒന്നാമത്തെ കാര്യം, ഇതൊരു പ്രോഗ്രാം എല്ലാം വിശദീകരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം ഇവിടെ നമ്മൾ ഇതിന്റെ ഒരു റിവ്യൂ എടുക്കാനായിട്ട്, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതിന്റെ റിവ്യൂ എടുക്കാനായിട്ടാണ് നമ്മൾ. അപ്പൊ നമുക്കറിയാം, ആദ്യമേ ബിൽ ഡബ്ല്യു ഇതിനെ എഴുതിയത് യു എന്നുള്ള രീതിയിലാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ അത് പിന്നീട് അദ്ദേഹം തിരുത്തുകയും വി എന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പൊ ഈ പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നത് തന്നെ റെയർലി എന്ന് നോക്കിക്കൊണ്ടാണ്. എന്താണ് റെയർലി? അപ്പൊ റെയർലി എന്ന് പകരം നെവർന്നോ അല്ലെങ്കിൽ ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള രീതിയിലല്ല അദ്ദേഹം കൊടുത്തത്. കാരണം റെയർലി എന്നുള്ളൊരു ഇതാണ്. അപ്പൊ നെവർന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പാത തികച്ചും പിന്തുടരുന്നവർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല എന്ന് പറയുന്നതിന് പകരം റെയർലി എന്നുള്ള വാക്കാണ്. വളരെ വിരളമായിട്ടാണ് കണ്ടിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഈ 100% പ്യൂരിറ്റി അല്ലെങ്കിൽ എല്ലാം കൃത്യമായി നടന്നു പോകുന്നു എന്നുള്ള ഒരു ആശയത്തെ മാറ്റി നിർത്താനായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു 100% ക്ലെയിം നമ്മൾ അതിനകത്ത് ചെയ്യുന്നില്ല.
ഈ പ്രോഗ്രാം നമ്മൾ പ്രവർത്തിച്ചാലാണ് നമുക്ക് 100% റിസൾട്ട് കിട്ടുക. അപ്പോൾ അതുപോലെ തന്നെ അതിനകത്തൊരു വാക്കുള്ളത് കെനോട്ട് ഓർ വിൽ നോട്ട് എന്നാണ്. അതായത് നമ്മുടെ അനുഭവം എടുക്കട്ടെ. ആദ്യ ഭാഗത്ത് പറയുന്നത് നമ്മുടെ പാത തികച്ചും ഒരു പരാജയപ്പെടുക വിരളമാണ്. ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണം ഇഴുകിച്ചേരാൻ ഇഴുകിച്ചേരാൻ പറ്റില്ലെന്നുള്ളവരോ അതിന് കഴിയില്ലെന്നുള്ളവരായ ചിലരാണ് രോഗശമനത്തിലെത്താത്തവർ. അതായത് അവരെ ഇംഗ്ലീഷ് ബുക്കിൽ പറയുന്നത് കെനോട്ട് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് യൂസേഴ്സ് ആണ്. അവരെപ്പോഴും ഡ്രഗ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മദ്യം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അവരിപ്പോ ആക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് ഈ ഒരു പരിപാടിയിലേക്ക് ഇഴുകിച്ചേരാൻ പറ്റില്ല. വിൽ നോട്ട്, അവരെന്താണ്, അവർക്ക് കുടി നിർത്തിയാൽ മാത്രം മതി. അവർക്ക് ഒരിക്കലും ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. സ്റ്റെപ്പുമായിട്ട് അവര് പോകാനായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പൊ ഒരു ജസ്റ്റ് മീറ്റിങ്ങിന് പോവുക, കുടി നിർത്തുക എന്നുള്ള ആശയക്കാരാണ് അവര്. അടുത്തത് എന്താണ്, പിന്നെ പറയുന്നത് ഹോണസ്റ്റിയെ കുറിച്ചാണ്. കടുത്ത സത്യസന്ധത ആവശ്യമായിരിക്കും ജീവിത രീതി തിരഞ്ഞെടുക്കുന്നതിലോ അത് സംശയിക്കുന്നതോ കഴിവില്ലാത്തവരാണ് അവർ. അവരുടെ അവസരം ശരാശരിയിൽ കുറവാണ്. അപ്പോൾ ഹോണസ്റ്റിയെ കുറിച്ചാണ് അവർ പറയുന്നത്. നമുക്കറിയാം ഹോണസ്റ്റി സ്റ്റെപ്പ് 1 and 2 നമുക്ക് ഹോണസ്റ്റി ആവശ്യമുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതം അനിയന്ത്രിതമായി പോയെന്ന് നമ്മൾ സമ്മതിക്കണം. രണ്ടാമത്തെ പടിയിൽ മറ്റൊരു പവറിനെ കൊണ്ടാണ് എന്നെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൂടി നമ്മൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് അവിടെ ഹോണസ്റ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതൊരു റിക്വയർഡ് ആണ്. അത് അവർ പറയുന്നത് കടുത്ത സത്യസന്ധത ആവശ്യമായിരിക്കുന്ന എന്നുള്ളതാണ്. അപ്പൊ ഒരു കടുത്ത സത്യത ഒരു റിക്വയർമെന്റ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതൊരു ഡിമാൻഡാണ്, അതല്ലാണ്ട് വെറുതെ സജഷൻ അല്ല. ഒരു ഡിമാൻഡായിട്ട് തന്നെയാണ് അവിടെ പറയുക. അപ്പൊ അതിന് കപ്പാസിറ്റി ടു ബി ഹോണസ്റ്റ് എന്ന് പറഞ്ഞാല് എബിലിറ്റി ടു ബി ഹോണസ്റ്റ്, അതായത് സത്യസന്ധനായിരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകണം. അപ്പോ അടുത്തത് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് ഈ പണി ചെയ്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇഫ് യു ഡിസൈഡ്, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പണി എപ്പോ വേണേലും ചെയ്യാമെന്നുള്ള രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുക. നമുക്കറിയാം റയർലി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹു ഹാസ് തറോലി ഫോളോഡ് അവർ പാത്ത്. ആദ്യമേ ഡയറക്ഷൻ എന്നായിരുന്നു, പിന്നെ അത് നമുക്ക് പാത്ത് എന്നാക്കി തിരിച്ചു. അതുകൊണ്ട് തറോലി എന്നുള്ള വാക്ക്, അല്ലെങ്കിൽ നമ്മളുടെ പാത തികച്ചും പിന്തുടരുന്നത് തറോലി എന്ന വാക്കിന്റെ അർത്ഥം സ്ലോവിലി ഒന്നും അല്ല. അതിന്റെ അർത്ഥം കംപ്ലീറ്റ്ലി ആണ്. കംപ്ലീറ്റ്ലി നമ്മുടെ പാത പിന്തുടരുന്ന ഒരു ആൾക്കാണ് ഇത് നമ്മുടെ പാത പിന്തുടരാൻ സാധിക്കുള്ളതാണ്. അടുത്തത് എന്താണ് ഭാഗം പറയുന്നത്, ചിലതിലൊക്കെ ഞങ്ങൾ ശങ്കിച്ചു. ബാൽക്കണെന്നാണ് പറയുന്നത്. കുറെ കൂടി മൃദുവും എളുപ്പമുള്ള മാർഗം കണ്ടെത്താമെന്ന് കരുതി. അതായത് ജസ്റ്റ് മീറ്റിങ്ങിന് പോവുക, മീറ്റിങ്ങിൽ തന്നെ ഇരിക്കുക, മറ്റുള്ളവരോട് മെമ്പേഴ്സിനോട് സംസാരിക്കുക, പക്ഷെ ഗ്രൂപ്പിലൊന്നും അല്ലെങ്കിൽ പണികളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ള എളുപ്പമുള്ള മാർഗം. അല്ലെങ്കിൽ സ്റ്റെപ്പ് 1, 2, 3 മാത്രം എടുക്കുക. 1, 2, 3 പടികൾ എടുക്കുക നേരെ, അല്ലെങ്കിൽ പിന്നെ 12 പടികൾ കൂടി ചേർത്തെടുക്കുക. അല്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ തന്നെ ഇതെല്ലാം ചെയ്തു തീർക്കുക എന്നുള്ള ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം എപ്പോഴും സാധിക്കണമെന്നില്ല. സമയം എടുക്കുന്ന കാര്യങ്ങളാണ്. ഇത് ഒരുപാട് എഴുതാനൊക്കെ ഉണ്ട്. അടുത്തത് എന്താ പറയാ, ഭയരഹിതമായിരിക്കണമേ എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ദൃഢമനസ്കരായിരിക്കണം, ഭയരഹിതരായിരിക്കുമെങ്കിൽ മാത്രമേ നമുക്ക് പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ പഴയ ആശയങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിച്ചു. അതായത് ഹോൾഡ് ഓൺ ഓൾഡ് ഐഡിയ. ഓൾഡ് ഐഡിയ എന്ന് പറഞ്ഞാൽ സെൽഫ് വില്ലാണ്. നമ്മൾ ഇച്ചിരി മുമ്പ് സംസാരിച്ച സെൽഫിഷ്നെസിനെ കുറിച്ചാണ് നമ്മൾ പറയുക. ആദ്യമായി ഞങ്ങൾ കീഴ്പ്പെടാതാകുന്നവരെ ഫലം നാസ്തിയായിരുന്നു. അപ്പോ എന്താ മദ്യത്തിനോടാണ് ഓർക്കുക. മദ്യത്തിന്റെ ഡെഫിനിഷൻ എന്താണ്? സൂത്രശാലിയും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും ശക്തനുമായ മദ്യം. കണ്ണിങ്, ബഫിളിങ്, പവർഫുൾ. സഹായം കൂടാതെ നമുക്ക് താങ്ങാനാവാത്ത ഒന്നാണിത്. പക്ഷെ സാർവത്രികമായ ഒന്നുണ്ട്, സർവ്വവിധ ശക്തിയുള്ള ഒന്നുണ്ട്. ആ ഒന്നാണ് ദൈവം. ഇപ്പോൾ നിങ്ങളെ അവനെ കണ്ടെത്താൻ ഇടവരട്ടെ എന്നാണ് അവിടെ പറയുക. അപ്പോ അർദ്ധ മനസ്സോടെയുള്ള ചെയ്തികൾ ഞങ്ങൾക്കൊന്നും നേടിത്തന്നില്ല. ഹാഫ് മെഷേഴ്സ് അവൈൽഡ് അസ് നത്തിങ്. അപ്പോൾ ഇത് പൂർണ്ണമായുള്ള മനസ്സിൽ ഞങ്ങൾ വഴിത്തിരിവിൽ എത്തി, പൂർണ്ണമായ മനസ്സോടുകൂടി നമ്മളൊരു വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണം സുരക്ഷിതമായി ഞങ്ങൾ യാചിച്ചു. അത് സ്റ്റെപ്പ് 2ന്റെ പ്രാർത്ഥനയാണ്. എല്ലാം ത്യജിച്ച് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് സുരക്ഷിതമായി ഞങ്ങൾ യാചിച്ചു എന്നുള്ളത് പ്രാർത്ഥനയാണ്. ഇനി അടുത്തത് 12 പടികളാണ്. അവിടെ എന്തൊക്കെയാണ്? അപ്പോൾ അതിനു മുമ്പ് ഫെലോഷിപ്പ് മാത്രമായതുകൊണ്ട് കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. അതാണ് നമ്മുടെ സിമെന്റ്. നമ്മുടെ ആർച്ച് പണിതതിനെ പറ്റി നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു. അത് ആ ആർച്ചിന്റെ സിമെന്റ് എന്താണ്?
ഫെലോഷിപ്പിങ്ങും പ്ലസ് സ്റ്റെപ്സും. 12 പടികളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതും കൂട്ടായ്മയും രണ്ടും കൂടി കൂടിച്ചേർന്നാൽ മാത്രമേ സിമന്റ് ഉണ്ടാകുള്ളൂ. ഒരു 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 സിമന്റിൽ ഒരു ഘടകം മാത്രമായിട്ടാണെങ്കിൽ അത് സ്ട്രോങ്നെസ് ഉണ്ടാവില്ല. അപ്പോ അടുത്തത് സ്റ്റെപ്പ് 1 എന്താണ്? മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശക്തിഹീനനെന്ന് സമ്മതിച്ചു. രണ്ടാമത്, ജീവിതം അനിയന്ത്രിതമായി പോയി. രണ്ടാമത്തെ പടിയിൽ എന്താണ്? ഞങ്ങളുടെ സുബോധം പുനഃസ്ഥാപിക്കാൻ ഞങ്ങളെക്കാൾ ഒരു വലിയ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ ഒരു രണ്ടാമത്തേല് നമുക്ക് കുഡ് എന്നുള്ള വാക്കാണ്, കഴിയും, കുഡ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. മൂന്നാമത്തെ എന്താണ്? ഞങ്ങളുടെ ഇച്ഛയും ജീവിതവും. അപ്പൊ ഇച്ഛ എന്ന് പറഞ്ഞാൽ തോട്ട്സ്, ജീവിതം എന്ന് പറഞ്ഞാൽ ആക്ഷൻ. ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിൽ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. നാലാമത്തെ കാര്യം എന്താണ്? ഞങ്ങൾ ആത്മപരിശോധന നടത്തി ഭയം കൂടാതെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി. അപ്പൊ നമ്മളുടെ സ്റ്റെപ്പ് 3 വെച്ചിട്ട് നമ്മുടെ തിങ്കിങ്ങിനെ തിരിച്ചുവിടാൻ തീരുമാനിച്ചെങ്കിലും നമ്മൾ എപ്പോഴാണ് തിരിച്ചുവിടുന്നത്? 4, 5, 6, 7, 8, 9 പടികൾ ചെയ്തതിന് ശേഷമാണ് ടേൺ ഓവർ ടു ഗോഡ്. 9ാമത്തെ പടിയിൽ വെച്ചിട്ടാണ് നമ്മൾ ടേൺ ഓവർ ടു ഗോഡ് എന്ന് പറയുന്നത്. അതൊരു പ്രോസസ്സാണ്. അതിന് 4, 5, 6, 7, 8, 9 ഒരു ആക്ഷൻ പ്രോസസ്സാണ് അത്. ആ റിസൾട്ട് എന്താണ്? റിസൾട്ടാണ് ടേൺ അവർ വിൽ ടു ഗോഡ്സ് വിൽ എന്ന് പറയുന്ന റിസൾട്ടിലേക്ക് വരുന്നത്. അടുത്തത് നാലാമത്തെ പടിയിൽ എന്താണ്? സെർച്ചിങ് എന്ന് പറഞ്ഞാൽ ഫാക്ട് ഫൈൻഡിങ്. ഫിയർലെസ് എന്ന് പറഞ്ഞാൽ ഫാക്ട് ഫേസിങ്, അതായത് ഫാക്ട് ഫൈൻഡിങ്. നമ്മൾക്ക് സംഭവിച്ചത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഫിയർലെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാര്യങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാൻ തുടങ്ങി. മോറൽ, അതായത് ധാർമ്മിക അതിന് എന്താ പറയുന്നത്? ട്രൂത്ത് എന്നാണ്. ധാർമ്മിക നിലവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൂത്ത്, സത്യസന്ധമായിട്ട്. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് ഞങ്ങൾ ആത്മപരിശോധന നടത്തി ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഇൻവെന്ററി എന്ന് പറഞ്ഞാല് ഒരു ലിസ്റ്റാണ്, അല്ലെ? നമ്മൾ ഒരു ലിസ്റ്റിൽ എല്ലാം എഴുതി തയ്യാറാക്കുവാൻ. ഇൻവെന്ററി എന്ന വാക്കിന്റെ അർത്ഥം ഐറ്റമൈസ്ഡ് ലിസ്റ്റ് എന്നാണ്. ഇംഗ്ലീഷിലെ ആ വാക്കിന്റെ തർജ്ജിമ ഞാൻ നോക്കിയിട്ട് ഐറ്റമൈസ്ഡ് ലിസ്റ്റ്. അപ്പൊ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് ഐറ്റമൈസ്ഡ് ലിസ്റ്റാണ്. ഇതൊരിക്കലും 4ാം പടി എന്ന് പറയുന്നത് ഒരു ജീവിതത്തിന്റെ കഥ എഴുതുക എന്നുള്ളതല്ല. നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിക്കുക, അത് മാത്രമല്ല. അതെന്താണെന്ന് നമ്മൾ പിന്നീട് അടുത്ത ആഴ്ച സംസാരിക്കുന്നുണ്ട്. അതിനകത്ത് റിസെന്റ്മെന്റ് ഉണ്ട്, ഫിയർ ഉണ്ട്, സെക്സ് ഉണ്ട്, മറ്റുള്ളവരെ ദ്രോഹിച്ചതുണ്ട്. അപ്പോ ഇതൊരു ലൈഫ് സ്റ്റോറി എഴുതുന്നത് പോലെയല്ല നമ്മൾ എഴുതേണ്ടത്. ഇതിനെല്ലാം കൃത്യമായ ഒരു കാര്യങ്ങൾ ബുക്കിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ പടി എന്താണ്? അഡ്മിറ്റഡ് ടു ഗോഡ്. അത് ഒരു സ്പിരിച്വൽ സെറ്റ്. അതായത് ഞങ്ങളുടെ തെറ്റുകളുടെ യഥാർത്ഥ രൂപം ദൈവത്തോട്, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സെൻസിലാണ് അത് പറയുന്നത്. സ്വന്തമായി എന്ന് പറയുമ്പോൾ മെന്റൽ സെൻസിലാണ്. മറ്റൊരു വ്യക്തിയോട് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ആയിട്ടുള്ള, അതായത് മറ്റൊരാളോട് നമ്മൾ ഇത് സംവദിക്കുകയാണ് ചെയ്യുക. അപ്പൊ സ്പിരിച്വലി, മെന്റലി, ഫിസിക്കലി ആക്സെപ്റ്റിലാണ് ആ 3 പടികൾ നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. 6ാമത്തെ പടി ഏതാണ്? ഇത്തരം സ്വഭാവ മേഖലകൾ ദൈവം മാറ്റിത്തരുന്നത് ഞങ്ങൾ പൂർണ്ണമായി തയ്യാറായി. 6ാമത്തെ പടിയിൽ റെഡി ആവാണ്. ഇതൊരു പ്രിപ്പറേറ്ററി സ്റ്റെപ്പാണ്. നമ്മുടെ സ്വഭാവ മേഖലകൾ മാറ്റാനായിട്ട് നമ്മൾ തയ്യാറാവുന്ന സ്റ്റെപ്പ് എവിടെയാണ്? 6ാമത്തത്. 7ാമത്തെ പടി ഞങ്ങളുടെ അപാകതകൾ മാറ്റുവാൻ ദൈവത്തോട് വിനയപൂർവ്വം അപേക്ഷിച്ചു. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ചേഞ്ചിന് തയ്യാറാകുന്നത്. ബിഗ് ബുക്കില് 12 ലേഖനത്തിലെ ബോയ്സ് ടു മെൻ എന്നുള്ള വാക്കാണ് ആദ്യത്തെ പടിയിൽ തന്നെ PW ഉപയോഗിച്ചത്. അതായത് ചെറിയ കുട്ടികളിൽ നിന്ന് വലിയൊരു മനുഷ്യനിലേക്ക് നമ്മൾ മാറ്റുന്ന ഒരു പടിയാണ് 7ാമത്തെ പടി. നമ്മളുടെ പഴയ ഡിഫക്ട്സുകളൊക്കെ അസറ്റുകളാക്കി മാറ്റുന്ന, ഒരു പുതിയ മനുഷ്യനായി മാറ്റുന്നത് 7ാമത്തെ പടിയിൽ വെച്ചിട്ടാണ്. 8ാമത്തെ പടി, ഞങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാവരും ഒരു പട്ടിക തയ്യാറാക്കി ഞങ്ങൾ അവരോടെല്ലാം പരിഹാരം ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പൊ പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞാല് ചേഞ്ച് എന്നുള്ളതാണ്. എനിക്കിങ്ങനെ കുറെ കുറ്റങ്ങളും സത്യസന്ധതയില്ലായ്മയും ദേഷ്യവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വെച്ചിട്ട് ഞാൻ ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. അതായത് ഞാനിന്ന് പഴയ മനുഷ്യനല്ല, ഞാൻ പുതിയ മനുഷ്യനാണ് എന്നുള്ള രീതിയിലുള്ള അർത്ഥത്തിലാണ് അവിടെ. അപ്പൊ ഞങ്ങളുടെ 9ാമത്തെ പടി, നേരിട്ട് പരിഹാരം ചെയ്യുമ്പോൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവരെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. അപ്പൊ പരിഹാരം ചെയ്യുക ഈ അമൻസ് എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസിലോ അല്ലെങ്കിൽ കണ്ണില് നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോറി പറയുകയല്ല, അമൻസ്. നമ്മൾ മാറ്റപ്പെടുകയാണ്. പണ്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ദേഷ്യപ്പെടുന്നില്ല. പണ്ട് ഞാൻ പെട്ടെന്ന് കോപാകുലനായി വളരെയധികം ദേഷ്യത്തോടെ സംസാരിക്കുന്നത് ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പൊ പഴയ സ്വഭാവത്തിലുണ്ടാകുന്ന അമൻഡാണ്, അതായത് മാറ്റമാണ്, ചേഞ്ച് ആണ് ഇവിടെ ഉദ്ദേശിക്കുക. അല്ലാതെ ഒരാളോട് പോയിട്ട് പെട്ടെന്ന് സോറി പറയുന്നത് മാത്രമല്ല. ഒരുപക്ഷെ അതൊക്കെ ആ മനസ്സിൽ പെടുമെങ്കിലും സോറി പറയുന്നതിനേക്കാൾ ഉപരിയായി
പഴയ സ്വഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ സ്വഭാവം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനുള്ള ഒരു പടി കൂടിയാണ് 9ാമത്തെ പടി. ഇപ്പൊ നേരിട്ട് പരിഹാരം ചെയ്യാൻ അവർക്കോ മറ്റുള്ള ഹാനി ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടെല്ലാം കഴിയും വിധം പരിഹാരം ചെയ്തു. വേറെ വെന്നെവർ എനിക്കെപ്പോഴൊക്കെയാണോ വെന്നെവർ പോസിബിൾ എന്നാണ്, വേറെവർ പോസിബിൾ എന്നാണ്. അപ്പൊ അതൊരു അർജൻസിയുടെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. വെന്നെവർ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഇനി അടുത്തത് 10ാമത്തെ പടി കണ്ടിന്യൂ എന്ന് വെച്ചാൽ തുടർച്ചയാണ്. പേഴ്സണൽ ഇൻവെന്ററി, മോറൽ ഇൻവെന്ററി. അതായത് നമുക്കിടെ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ സമ്മതിക്കുന്നു, നമ്മൾ അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. 11ാമത്തെ പടി എന്താണ്, അതായത് ഇവിടെ വെച്ചിട്ടാണ് നമുക്കറിയാം ടേസ്റ്റ്, ടച്ച്, സ്മെല്ല്. അതായത് നമ്മള് മറ്റൊരാളുടെ നമ്മുടെ ഫുഡ് രുചിക്കുന്നതിലൂടെയും മടക്കുന്നതിലൂടെയൊക്കെയാണ് നമ്മൾ ഈ 5 സെൻസിലൂടെയാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ പ്രാർത്ഥന, ധ്യാനം എന്ന് പറയുമ്പോൾ ദൈവത്തിനോട് അതിനൊരു സെൻസ് ഇല്ല. നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താണ്, പ്രയറിലൂടെ ആസ്ക് ചെയ്യുകയും മെഡിറ്റേഷനിലൂടെ അദ്ദേഹത്തെ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പടിയാണ് 11ാമത്തെ പടി. അത് എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്തത്? നോയിങ് ഹിസ് വിൽ. ഇതുവരെ നമ്മൾ പറഞ്ഞു, നമ്മുടെ സ്വാർത്ഥത ഉപേക്ഷിക്കാൻ തയ്യാറാവുകയാണ്. അപ്പോ ദൈവഹിതം എന്തെന്ന് അറിയുവാനും അത് നടപ്പിലാക്കുവാൻ വേണ്ട ശക്തി തരുവാനും വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു. അപ്പൊ സചേതനമായ ഒരു ബന്ധം മെച്ചപ്പെടുത്തണം പ്രാർത്ഥന, ധ്യാന എന്നിവയിൽ കൂടി. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയ ദൈവവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോ 11ാമത്തെ പടി ഈ ദൈവവുമായിട്ടുള്ള സെൻസ് കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനാളാണ്. 12ാമത്തെ പടി ഞാൻ ആദ്യം പറഞ്ഞ പോലെ 3 ഭാഗങ്ങളാണ്. 3 ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഈ നടപടികളുടെ ഫലമായി ഒരു ആത്മീയ ഉണർവുണ്ടായി. അതെന്താണ്? നമ്മുടെ പ്രോമിസ് ആണ്. ഒരു ആത്മീയ ഉണർവുണ്ടായി. 2ാമത്തെ എന്താണ്? ഈ സന്ദേശം മധ്യസ്ഥത്തിൽ എത്തിക്കുവാനും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും തത്വങ്ങൾ പാലിക്കുവാനും ഞങ്ങൾ ശ്രമിച്ചു. അപ്പൊ പ്രോമിസ് എന്താണ്? ഹാവിങ് ഹാഡ് എ സ്പിരിച്വൽ അവേക്കണിങ്, അതാണ് പ്രോമിസ്. ചാർജ് എന്താണ്? വി ട്രൈ ടു ക്യാരി ദ മെസ്സേജ്. നമ്മുടെ ചാർജാണ്, ഇൻചാർജ് ചെയ്യുകയാണ്. നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ചലഞ്ച് എന്താണ്? നമ്മളെ സംബന്ധിച്ച വെല്ലുവിളി എന്താണ്? പ്രാക്ടീസ് ദിസ് പ്രിൻസിപ്പിൾ ഓൾ അവർ അഫയേഴ്സ്. നമ്മുടെ ജോബില്, നമ്മുടെ വീട്ടില്, നമ്മുടെ ജോലിക്ക് പോകുന്ന വഴികളില്, നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, നമ്മൾ ഇപ്പോൾ ഈ ചായക്കടയിൽ നിന്ന് വർത്താനം പറയുമ്പോൾ, നമ്മൾ അയൽക്കാരോട് സംസാരിക്കുമ്പോൾ, സൗഹൃദ കൂട്ടായ്മകളിൽ, നമ്മുടെ പാർട്ടികളിൽ എല്ലാം നമ്മൾ ഈ തത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇത് നമുക്കൊരു വെല്ലുവിളിയാണ്, അല്ലെ? ഇപ്പൊ പ്രോമിസ്, ചാർജ് ആൻഡ് ചലഞ്ച് എന്നുള്ള 3 രീതിയിലാണ് ആ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള പടികൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു വലിയ അധ്യായമാണ് നമ്മുടെ ഈ ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള പുസ്തകം. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു പോയപ്പോ വിട്ടുപോയ ഒരു ഭാഗമുണ്ട്. ബീങ് ദ ബേസിക് ടെസ്റ്റ് ഫോർ അവർ ഫെലോഷിപ്പ്. അതായത് നമ്മളുടെ ബേസിക് ടെസ്റ്റ് ആണ് ബിഗ് ബുക്ക്. നമ്മുടെ ബിഗ് ബുക്കിന് എന്തുകൊണ്ടാണ് ടെസ്റ്റ് എന്ന് വിളിക്കുന്നത്? ഇത് ഒരു പഠിക്കേണ്ട പുസ്തകമാണ്. ഇത് വായിച്ചു വിടേണ്ട പുസ്തകമാണ്, പഠിക്കേണ്ട പുസ്തകമാണ്. അതൊരു ബേസിക് ടെസ്റ്റ് ആണ്. നമ്മൾ ആൽക്കഹോളിക്കിനെ സംബന്ധിച്ചിടത്തോളം ബേസിക് ടെസ്റ്റ് ആണ്. ഇറ്റ് വിൽ ടെൽ us when to take a step. ഇത് നമ്മളോട് പറയുന്നത് എപ്പോഴാണ് നമ്മളുടെ പടിയെടുക്കേണ്ടത്. ഹൗ ടു ടേക്ക് ദ സ്റ്റെപ്പ്, എങ്ങനെയാണ് നമ്മുടെ പടിയെടുക്കേണ്ടത്. ആൻഡ് വാട്ട് ദ റിസൾട്ട് വിൽ ബി, എന്താണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന്. ഇറ്റ് ഓൾസോ റിമൈൻസ് വൈ വി മസ്റ്റ് ടേക്ക് ദ സ്റ്റെപ്പ്. അതുകൂടാതെ എന്തുകൊണ്ടാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് തീർച്ചയായും ഈ സ്റ്റെപ്പ് എടുക്കേണ്ടതിനെ കുറിച്ചും ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. വി ഓഫൺ ഹിയർ ദർ ആർ നോ മസ്റ്റ് ഇൻ ആൽക്കഹോളിസം അനോണിമസ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ദർ ഇസ് നോ മസ്റ്റ്, ഒരിക്കലും അവിടെ ഒരു മസ്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇഫ് ദർ ആർ റെഫറിങ് ടു ദി ഫെലോഷിപ്പ്, ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ട്രൂ. ഒരു പക്ഷെ ഒരാള് നമ്മള് ഫെലോഷിപ്പിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഓക്കെ, അത് ശരിയാണ്. ഓൺലി വൺ മസ്റ്റ്, അതായത് അവിടെ ഒരു മസ്റ്റ് മാത്രമേ ഉള്ളൂ. എ മെമ്പർ ഓഫ് ആൽക്കഹോളിസം അനോണിമസ് ദാറ്റ് ഈസ് ഡിസൈഡ് ടു, അതായത് അദ്ദേഹത്തിന് കുടിക്കാതിരിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രം മതി. എ ലോഗിങ് എഡിക്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്ക് ഫോർ ഗുഡ് ആൻഡ് ഓൾ, അതായത് തുടർച്ചയായി കുടിക്കാതിരിക്കാനുള്ള ഒരു ആഗ്രഹം മാത്രം മതി അദ്ദേഹത്തിന് എവിടെ ഫെലോഷിപ്പിന്, ഒരു മെമ്പർഷിപ്പിന്. ദാറ്റ് ഈസ് എ മസ്റ്റ്, അതൊരു മസ്റ്റ് ആണ്. പക്ഷേ ബട്ട് ഈച്ച് പേഴ്സൺ കമ്മിങ് ടു ആൽക്കഹോളിസം അനോണിമസ് ഹി കൽപ്പ, പക്ഷേ ആൽക്കഹോളിസം അനോണിമസിന്റെ ഉള്ളില് സഹായത്തിന് വേണ്ടിയ എത്തിയ ഒരു അംഗത്തിന് ഹാസ് ദ ഫ്രീഡം ടു അഡോപ്റ്റ് അവർ പ്രോഗ്രാം ആസ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ദെയർബൈ കം ടു, അതായത് നമ്മുടെ ഈ പ്രോഗ്രാം അദ്ദേഹത്തിന് സ്വീകരിക്കാം. ദെയർബൈ കം ടു കോംപ്രഹെൻഡ് ദ വേർഡ് സെറനിറ്റി, അതായത് സെറനിറ്റി, അതായത് ശാന്തത എന്നുള്ള ഇത് അദ്ദേഹത്തിന് മനസ്സിലാക്കണം. നോ പീസ്, സമാധാനം പറയണമെങ്കിൽ, ഓർ ടു ഇഗ്നോർ ദ പ്രോഗ്രാം ആൻഡ് റിട്ടേൺ ടു ഡ്രിങ്കിങ് ആൻഡ് ഡൈ ഓർ ഗോ പെർമനന്റ്ലി ഇൻസൈഡ്. ഒന്നില്ലെങ്കിൽ പ്രോഗ്രാം സ്വീകരിച്ചുകൊണ്ട്
അദ്ദേഹത്തിന്റെ ഈ ശാന്തതയും സമാധാനവും സ്വീകരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാം ഉപേക്ഷിച്ചുകൊണ്ട് വീണ്ടും മരിക്കുകയോ അല്ലെങ്കിൽ ആ പെർമനന്റ് സ്ഥിരമായിട്ടുള്ള ഇൻസൈനായിട്ട് ഭ്രാന്തമായ അവസ്ഥയിൽ ജീവിക്കുകയോ ചെയ്യാം. ദ പ്രോഗ്രാം ഓഫ് ആൽക്കോളിസം ഹവർ കണ്ടെയ്ൻസ് മെനി മസ്റ്റ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രോഗ്രാമിൽ ഒരുപാട് മസ്റ്റുകളുണ്ട്. ഹാവ് ടു, ഹാർഡ് ടു എന്നൊക്കെയാണ് അവിടെ ചേർത്തിരിക്കുന്നത്. സെൻട്രലി ദ പ്രോഗ്രാം ഈസ് എ സജസ്റ്റഡ് പ്രോഗ്രാം. തീർച്ചയായും ഇതൊരു നിർദ്ദേശിക്കുന്ന പ്രോഗ്രാമാണ്. ഇഫ് യു ആർ ട്രൈഡ് എനിത്തിങ് എൽസ് ആൻഡ് കെപ്റ്റ് ഡ്രിങ്ക് വി സജസ്റ്റ് യു ട്രൈ അവേഴ്സ്. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം മസ്റ്റുകളുണ്ട്. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഈ മസ്റ്റുകളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റെയർലി വി ഹാവ് സീൻ എ പേഴ്സൺ ഫെയിൽ ഹു ഹാസ് thoroughly followed our path ദ ഡയറക്ഷൻ ഇൻ ദ ബുക്ക്. അതായത് ഈ ബുക്കിന്റെ ഉള്ളിലെ ഡയറക്ഷനുകൾ പാലിക്കാതെ വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന് പരാജയം പറ്റുന്നത്. ഡയറക്ഷൻ പാലിക്കുന്ന ഒരാൾക്ക് പരാജയം ഉണ്ടാവില്ല. അതുകൊണ്ട് now let's find out how we begin to recover by taking steps 3 and 4 following the direction of this chapter. We recover by the step we take, not the meetings we make. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ ഈ ഇതിനകത്ത് ആത്യന്തികമായി ചെയ്യുക? നമ്മൾ മീറ്റിംഗ് മേക്ക് ചെയ്യുന്നതിലൂടെയല്ല, നമ്മൾ സ്റ്റെപ്പ് എടുക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ പ്രോബ്ലത്തെ നേരിടാൻ സാധിക്കുക. അപ്പോ നമ്മൾ സ്റ്റെപ്പ് 3 വരെ എടുത്തിയപ്പോൾ അതിനകത്ത് എന്താണ്? സ്റ്റെപ്പ് 1 ഫിസിക്കൽ എനർജി, മെന്റൽ ഒബ്സഷൻ ആണ്. അത് നമുക്ക് പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. സ്റ്റെപ്പ് 2 എന്താണ്? ഫെലോഷിപ്പിന്റെ സപ്പോർട്ടിനാലും സ്പിരിച്വൽ എക്സ്പീരിയൻസിനാലും എനിക്കൊരു പവർ കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു. അപ്പൊ അതൊരു സൊല്യൂഷനായി നമ്മൾ കണ്ടെത്തി. ആദ്യം പ്രശ്നത്തെ കണ്ടെത്തി, രണ്ടാമത്തെ പടിയിൽ സൊല്യൂഷനെ കണ്ടെത്തി, മൂന്നാമത്തെ പടിയിൽ ഡിസിഷനിലേക്ക് എത്തി, നമ്മള് ടേണിംഗ് പോയിന്റിലേക്ക് എത്തുകയാണ്. അപ്പോ ഈ മൂന്നാമത്തെ പടിയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഈ മൂന്നാമത്തെ പടിയിൽ എത്തുന്നതുകൊണ്ടാണ് നമ്മൾ നാലാമത്തെ പടിയിലേക്ക് കയറാനായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ എന്താണ് ഹൗ ഇറ്റ് വർക്ക്സിന്റെ ടോട്ടൽ നമുക്ക് കിട്ടുന്നത്? കംപ്ലീറ്റ്ലി ഗീവ് യുവർ സെൽഫ് ടു ദി സിമ്പിൾ പ്രോഗ്രാം. അതായത് നമ്മൾക്ക് പൂർണ്ണമായും നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇഴുകിച്ചേരാൻ സാധിക്കും. രണ്ടാമതായിട്ട് നമുക്കൊരു റിഗറസ് ഹോണസ്റ്റി ഉണ്ടാവും. നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു കഠിനമായ ഒരു കടുത്ത സത്യസന്ധത ഉണ്ടാവും. മൂന്നാമത്തായിട്ട് വില്ലിംഗ് ടു ഗോ ടു എനി ലെങ്ത് ടു റിക്കവർ. അതായത് റിക്കവറിക്ക് വേണ്ടിയിട്ട് എത്രയും ദൂരം നമുക്കറിയാം. എത്ര ദൂരം സഞ്ചരിക്കും എന്ന് പറയുന്നത് 50 കിലോമീറ്റർ അപ്പുറം പോയി മീറ്റിംഗ് കൂടുന്നതിനെ പറ്റിയല്ല, 12 പടികൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെ പറ്റിയാണ്. നാലാമത്തെ പടി ബി ഫിയർലെസ് ആൻഡ് തറോ ഇൻ യുവർ പ്രാക്ടീസ് ടു ദി ഓഫ് ദി പ്രിൻസിപ്പിൾസ്. അതായത് നമ്മൾ ഭയരഹിതരായിട്ട് നമ്മൾ ഈ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, സ്റ്റെപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യും. അഞ്ചാമതായി റിയലൈസ് ദാറ്റ് ദർ ഈസ് നോ ഈസിയർ സോഫ്റ്റ്വെയർ വേ. അത് നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, അതിനകത്ത് വളരെ എളുപ്പമുള്ള ഒരു മാർഗമില്ല. ലെറ്റ് ഗോ ഓഫ് യുവർ ഓൾഡ് ഐഡിയാസ് അബ്സല്യൂട്ട്ലി. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പഴയ ആശയങ്ങള് മാറ്റിവെക്കും. എട്ടില് ആസ്ക് ഗോഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ വിത്ത് കംപ്ലീറ്റ് അബാൻഡൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ സംരക്ഷണത്തിൽ പൂർണ്ണമായി നമുക്ക് കിട്ടും. ഒമ്പതായിട്ട് ബി വില്ലിംഗ് ടു ഗ്രോ എലോങ് സ്പിരിച്വൽ ലൈൻസ്. അതായത് നമ്മളുടെ സ്പിരിച്വൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ പടികളിലൂടെ നമ്മൾ വളരും. 10 അക്സെപ്റ്റ് ദ ഫോളോയിങ് പ്രൊട്ടക്റ്റഡ് ഐഡിയാസ് ആസ് പ്രൂവ്ഡ് ആസ് എക്സ്പീരിയൻസ്. അതായത് 3 കാര്യങ്ങൾ നമ്മൾ കാണുന്ന ABC കാണുന്നുണ്ട്. അതിനകത്ത് ഒന്നെന്താണ്? യു കനോട്ട് മാനേജ് യുവർ ഓൺ ലൈഫ്സ്. നമുക്ക് നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ കഴിയില്ല. ബി ദ പ്രോബബിലിറ്റി ഓഫ് ഹ്യൂമൻ പവർ ക്യാൻ റെസ്റ്റോർ അസ് ടു സാനിറ്റി. അതായത് നമുക്ക് ഒരു ഹ്യൂമൻ പവറിന് നമ്മളെ ഇതിന് സാനിറ്റിയിൽ എത്തിക്കാൻ കഴിയില്ല. പക്ഷെ ദാറ്റ് ഗോഡ് ആൻഡ് ക്യാൻ ആൻഡ് വിൽ ഇഫ് സോട്ട്. ദൈവത്തെ തേടിയാൽ നമുക്ക് അത് സാധിക്കുന്നതാണ്. ആദ്യത്തെ എന്താണ്? ദാറ്റ് യുവർ ആൽക്കഹോളിക് ആൻഡ് കനോട്ട് മാനേജ് യുവർ ലൈഫ്. അതായത് നമ്മൾ ആൽക്കഹോളിക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഡ്രങ്ക് ഓർ സോബർ എന്നുള്ള 2 ഓപ്ഷനുള്ളൂ. ഒന്നിലേക്ക് കുടിക്കുക അല്ലെങ്കിൽ സുബോധവാനാകുക. അതിനകത്ത് നമ്മൾ സുബോധവാനാകുന്നുള്ള ഓപ്ഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ എത്തിയത്. ഇവിടെയാണ് അതിന്റെ സത്യസന്ധത. രണ്ടാമത് എന്താണ്? നമുക്ക് ഒരു മനുഷ്യശക്തിക്ക് നമുക്ക് റിലീവ് അവർ ആൽക്കഹോളിസം. അതായത് മദ്യാസക്തിയെ ഒരു മനുഷ്യശക്തിക്ക് റിലീവ് ചെയ്യാൻ സാധിക്കില്ല. അതിനെന്താണ് പറയാ? സ്റ്റെപ്പ് 2 ആണ്. Everyone in the fellowship, yourself, your sponsor, your support group, although they are all important, they are still only human power. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഹ്യൂമൻ പവർ എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ പവർ, ഫെലോഷിപ്പ് ഹ്യൂമൻ പവർ ആണ്.
നമ്മൾ ഹ്യൂമൻ പവർ ആണ്. നമ്മൾ നമ്മുടെ തന്നെ ശക്തിയിൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നമ്മുടെ സ്പോൺസറുടെ ശക്തിയിൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ പോകുന്ന സപ്പോർട്ട് ഗ്രൂപ്പിൽ ആശ്രയിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് അതെല്ലാം ഹ്യൂമൻ പവർ ആണ്. അവ ദൈവവുമായിട്ട് നമ്മൾ ചിന്തിക്കരുത് എന്നുള്ളതാണ്. അടുത്തത് that God can and will. Also step 2. And what I want provision if God were sought. അപ്പൊ ദൈവത്തെ തേടിയാല് നമുക്കത് സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന ഹൗ ഇറ്റ് വർക്സിന്റെ മറ്റ് നമ്മുടെ ചിന്തകളിൽ നിന്ന്, സ്വാർത്ഥപരമായ ചിന്തകളിൽ നിന്ന് നമ്മൾ ആ പ്രവൃത്തികളിലേക്ക് പോയിക്കൊണ്ട് നമ്മൾ അടുത്ത ആഴ്ചയില് ഈ സ്റ്റെപ്പ് 4 ചെയ്യാനായിട്ട് പോവുകയാണ്. സ്റ്റെപ്പ് 3 നമ്മൾ ഈ സ്വാർത്ഥതയുടെ, അതായത് അവർ ലൈവ്സ് വേർ centered on the relentless pursuit of our own selfish desires. So as the result of our self-centered thoughts, life run our self-will. അപ്പൊ നമുക്ക് ഈ ജീവിതത്തില് മൊത്തം സ്വാർത്ഥതയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. വി വെയർ ഓൾവേസ് ഇൻ കൊല്യൂഷൻ വിത്ത് somebody or somebody. അതുകൊണ്ടാണ് നമ്മൾ ആരെങ്കിലുമായോ എന്തെങ്കിലുമായിട്ട് എപ്പോഴും യുദ്ധത്തിൽ ഏർപ്പെട്ടത് അല്ലെങ്കിൽ പ്രശ്നത്തിൽ ഏർപ്പെടുന്നത്. അതിനകത്ത് അടുത്തൊരു വാക്ക് ആ പേജിന്റെ 62 തന്നെ പറയുന്നുണ്ട്. നമ്മൾ മറ്റു പലരും അതുകൊണ്ട് തന്നെ സ്റ്റെപ്പ് ഓൺ ദ ടൂൾസ് ഓഫ് അവർ ഫെലോസ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വാർത്ഥതയിൽ ഊന്നിക്കൊണ്ട് അവരുടെ കാലിൽ കയറി ചവിട്ടി. അവർ പ്രതികരിച്ചു. when they became angry, fearful and acted as a harmful manner, we became resentful. അവർ നമ്മളോട് തിരിച്ചടിച്ചപ്പോൾ നമ്മൾ അവരോട് പ്രതികാരദായിയായി മാറി. and then we generally drank used. അപ്പൊ നമ്മൾ വീണ്ടും കുടിക്കാൻ പോയി. which was the resultant action of our self-centered thoughts. അതാണ് നമ്മുടെ self-centered thoughtന്റെ റിസൾട്ട്. സെൽഫിഷ്നെസ്, സെൽഫ്-സെന്റേർഡ്നെസ്, that we think is the root of our problem. അപ്പൊ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് അതാണ്, സെൽഫിഷ്നെസ്, സെൽഫ്-സെന്റേർഡ്നെസ്. അപ്പൊ ഈ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഈ പ്രോഗ്രാമിന്റെ എന്തുകൊണ്ട് 12 പണികൾ ചെയ്യണം എന്നുള്ള ആശയം നമുക്ക് കിട്ടുള്ളൂ. ആദ്യത്തെ മൾട്ടി ലിപ് കോപ്പി കൊടുത്തപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്തപ്പോ ഇവര് എന്ത് ചെയ്തു വെച്ചാല് പലർക്കും അയച്ചു കൊടുത്തു. അതായത് പല ഡോക്ടർമാർക്കും പല സമൂഹത്തിലെ പുരോഹിതർക്കും എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം അവരിതിനെപ്പറ്റി ഒന്ന് പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോ ഇങ്ങനെ പഠിക്കാനായിട്ട് ആവശ്യപ്പെട്ടതിന്റെ കൂട്ടത്തില് അവര് അയച്ചു കൊടുത്ത മറ്റൊരാളാണ് ഹൊവാർഡ് ഇ എന്ന് പറയുന്ന ഒരു നമ്മുടെ തന്നെ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റൽ ഡോക്ടറാണ് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്ന കാര്യം ഒരു മിനിറ്റ് നോക്കാം. ഓക്കെ, ഒരു സെക്കൻഡ്. അതായത് ബിൽ ഡബ്ല്യു ജനുവരി 1939 400 മാനുസ്ക്രിപ്റ്റ് ആണ് ഇത് 400 മാനുസ്ക്രിപ്റ്റുകളാണ് നമ്മുടെ ബുക്കിന് വേണ്ടി അടിച്ചത്. അദ്ദേഹത്തിന്റെ ഫ്രണ്ട്സിനും 400 manuscript to members, friends and other allies for comments and evaluation. അതായത് ഇതിന്റെ ഒരു പൊതുവായിട്ടുള്ള കമന്റുകൾക്കും ഇവാലുവേഷനും വേണ്ടി അദ്ദേഹം അയച്ചു. ദിസ് വെയർ റിട്ടേൺഡ് വിത്ത് ഓൺലി എ ഫ്യൂ സജഷൻസ്. അതായത് ഇങ്ങനെ അയച്ച കോപ്പിയിലേക്ക് ചെറുതായിട്ട് ചില നിർദ്ദേശങ്ങളാണ് വന്നത്. ഹവർ ഹാങ് പീസ് ഫ്രണ്ട്, അതായത് ഹാങ്കിന്റെ ബിൽ ഡബ്ല്യുവിന്റെയും നമ്മുടെ എല്ലാം സുഹൃത്തായ ഹാങ് പിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ഹൊവാർഡ് എ സൈക്കാട്രിസ്റ്റ് ഫ്രം മോൺക്ലെയർ. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. ന്യൂജേഴ്സിയിലെ സൈക്കാട്രിസ്റ്റ് ആണ്. റെക്കമെൻഡഡ് ടോണിങ് ഡൗൺ ദ യൂസ് ഓഫ് മസ്റ്റ്, അതായത് മസ്റ്റ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ടു വി ഓട്ട് ഓർ വി ഷുഡ് അങ്ങനെ ഒരു
വി ഓട്ടുന്നോ വി ഷുഡ് എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. മസ്റ്റ് എന്നുള്ള, അതായത് തീർച്ചയായും ചെയ്യണം എന്നുള്ളതിന് പകരം വി ഓട്ട് ടു ബി, വി ഷുഡ് ബി എന്നുള്ള രീതിയിലേക്ക് മാറ്റാനായിട്ട് അവർ പറഞ്ഞു. ഇൻസ്റ്റെഡ് ഓഫ് ദ ഓതോറിറ്റേറിയൻ വേർഡ്, അതായത് ഒരു ഓതോറിറ്റേറിയൻ വാക്കുകൾക്ക് ഉപരിയായിട്ട് യു അല്ലെങ്കിൽ അങ്ങനെയുള്ള യു എന്നുള്ളത് ഒരു ഓതോറിറ്റേറിയൻ വേർഡാണ്. അപ്പൊ അതൊരു വി ആക്കാനായിട്ട് പറയും. അത് അതേ നിർദ്ദേശം തന്നെയാണ് ഡോക്ടർ സിൽക്കോർത്തും ഡോക്ടർ ടൈബോട്ടും സിൽക്കോർത്തിന് കൊടുത്തത്. ബിൽ ഡബ്ല്യൂന് കൊടുത്തത്. ആഫ്റ്റർ ഓൾ മെനി ഓഫ് ദ സ്കിഡ് റോ ആൽക്കഹോളിസ് ഹാഡ് ബീൻ റിപ്പീറ്റഡ്ലി ബഡ്ജേർഡ് ബൈ ഗൂഡർ അഡ്വൈസ് അറ്റ് ദ മിഷൻസ്. ഇപ്പൊ ആൽക്കഹോളിക്സ് ആയിട്ടുള്ള മറ്റു പല ആളുകളും ധാരാളം ഗുഡ് അഡ്വൈസ് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് മിഷനിൽ നിന്ന് നമുക്ക് ലഭിച്ചു. This caused a major change in the tone of the big book. It immediately changed from a book of prescriptions to one of descriptions. അതായത് ഇതാണ് ബിഗ് ബുക്കിന് പറ്റിയ ഏറ്റവും വലിയ ചേഞ്ച്. ഇറ്റ് ഇമ്മീഡിയറ്റ്ലി ചേഞ്ച് ഫ്രം എ ബുക്ക് ഓഫ് പ്രിസ്ക്രിപ്ഷൻസ് ടു വൺ ഓഫ് ഡിസ്ക്രിപ്ഷൻസ്. അതായത് പ്രിസ്ക്രിപ്ഷനുടെ ബുക്ക് എന്നതിന് പകരം ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള ബുക്കായിട്ട് മാറി. ഫ്രം ദോ മസ്റ്റ് ദിസ് ഇസ് വാട്ട് വി ഡിഡ്, അതായത് ഇങ്ങനെ ചെയ്യണം എന്നതിന് പകരം ഇതാണ് ഞങ്ങൾ ചെയ്തത് എന്നുള്ള വാക്കുകൾ വന്നു. I note that page 58 of our current book announces, അതായത് 58ാമത്തെ പേജിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇഫ് യു ഹാവ് ഡിസൈഡ് യു വാണ്ട് വാട്ട് വി ഹാവ് ആർ വില്ലിംഗ് ടു ഗോ ടു എനി ലെങ്ത് ടു ഗെറ്റ് ഇറ്റ്, വാട്ട് ആൻ അപ്പീലിംഗ് ചോയ്സ്. അപ്പൊ എന്താണ് നമ്മൾക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും ദൂരം പോകാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ള വാക്ക് അതൊരു ചോയ്സ് ആണ്, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. എ പ്രൊഫസർ ഫ്രം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി ടോം യൂസൽ, അതായത് ടോം യൂസൽ വാസ് പെയ്ഡ് 380, അതായത് ഇന്നത്തെ കാലത്ത് $380 അന്ന് കൊടുത്തത്. ഇന്ന് ആ ഡോളറിന് $6419 വിലയുണ്ട്. ടു എഡിറ്റ് ദ മാനുസ്ക്രിപ്റ്റ് ഇൻ എ മോർ പ്രൊഫഷണൽ മാനർ വിച്ച് റെഡ്യൂസ് ദ പേജസ് ഫ്രം ഓവർ 600 to 400. അതായത് അദ്ദേഹം പൈസ കൊടുത്തത് എന്താണെന്ന് വെച്ചാല് ഈ മാനുസ്ക്രിപ്റ്റ് കൂടുതൽ പ്രൊഫഷണൽ മാനറിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ 600 പേജിൽ നിന്ന് 400 പേജിലേക്ക് വെട്ടിച്ചുരുക്കാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ പൈസ കൊടുത്തത്. ഇന്നത്തെ കാലത്ത് ആ പൈസ $6419. അനദർ കൺസേൺ വാസ് ദ റിലീജിയസ് മോഡ്. മറ്റൊന്ന് റിലീജിയസ് മോഡാണ്. മെനി വാണ്ടഡ് ടു റിലീജിയസ് ടോൺ, മോസ്റ്റ്ലി അക്രോൺ മെമ്പേഴ്സിന് അത് ഒരു മതപരമായിട്ടുള്ള ബുക്ക് വേണമെന്നാണ്. വൈൽ സം ന്യൂയോർക്കേഴ്സ് ഫേവേർഡ് ദ സൈക്കോളജിക്കൽ ആംഗിൾ. പക്ഷെ നമ്മുടെ ന്യൂയോർക്കിലുള്ള ആളുകൾക്കോ ഇതൊരു സൈക്കോളജിക്കൽ ബുക്കാണ് ആയിരുന്നു. അപ്പൊ ആർഗ്യുമെന്റ് എൻസ്യൂർഡ്, അപ്പൊ അങ്ങനത്തെ തർക്കങ്ങൾ വന്നു. ഹവർ ജിമ്മി ബോർവെൽ കേം അപ്പ് വിത്ത് ദ കോംപ്രമൈസ് പ്രൈസ്. അപ്പൊ ഇവിടെ ഇങ്ങനെ തർക്കം വന്നു കഴിഞ്ഞപ്പോ ഒരാള് മതപരമായ ബുക്ക് വേണം, മറ്റൊരാൾ സൈക്കോളജിക്കൽ ബുക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ജിമ്മി ബോർവെൽ എന്ന് പറയുന്ന AM മെമ്പറാണ് അവിടെ ഒരു കോംപ്രമൈസർ ആയിട്ടുള്ള ഒരു ഫ്രേസ് കൊണ്ടുവന്നത്. ആ ഫ്രേസിന്റെ പേരാണ് ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. Bill called this statement a 10 strike. Of course, maybe Thatcher told the same to Bill on page 12. അപ്പൊ പേജ് 12 ബിൽ ഡബ്ല്യൂനോട് എബി പറയുന്നത് ഈ വാക്ക് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ദൈവത്തെ കുറിച്ച് ചിന്തിച്ചുകൂടേതാണ്. അപ്പൊ അത് തീർച്ചയായും കൊണ്ടുവന്നത് ജിം ബോർവെലാണ് പുസ്തകത്തില്. ഗോഡ് ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം. Scribbled in pencil to Groovy conveyed that a phrase was too much like the religious Oxford group. An example of this can be found on manuscript page 43. Bill had written. അതായത് പലപ്പോഴും നമുക്ക് ശരിക്കും എഴുതി നോക്കുവാണെങ്കിൽ ഇത് പല ഫ്രേസുകളും നമ്മുടെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ റിലീജിയസ് ആയിട്ടുള്ള ബന്ധം തോന്നാം. അതിനകത്ത് 43ാമത്തെ പേജിൽ മാനുസ്ക്രിപ്റ്റിൽ ഇങ്ങനെ പറയുന്നത്, വെൻ യു awake tomorrow morning, അത് നമ്മുടെ ബുക്കിലില്ല, ആദ്യത്തെ പ്രിന്റിങ്ങിലുള്ളതാണ്. അതായത് വെൻ യു awake tomorrow morning, നാളെ നിങ്ങൾ എണീക്കുകയാണെങ്കിൽ ലുക്ക് ബാക്ക് ബിഫോർ ദ ഡേ ബിഫോർ, അതായത് നിങ്ങൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് നിങ്ങൾ നോക്കുക. വേർ യു റെസെന്റ്ഫുൾ, സെൽഫിഷ്, ഡിസ്കോണസ്റ്റ് ഓർ അഫ്രൈഡ്. നിങ്ങൾ റെസെന്റ്ഫുൾ ആയിരുന്നോ, നീരസമുണ്ടായിരുന്നോ, സ്വാർത്ഥനായിരുന്നോ, സത്യസന്ധതയില്ലായിരുന്നോ, അഫ്രൈഡ് ആയിരുന്നോ എന്നൊക്കെയാണ്. The words Oxford group are hand written just above these words to significant change. This was changed to when we retire at night. അതായത് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു ബുക്കിൽ ഇത് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു ചേഞ്ച് വരുത്തിയത് വെൻ വി റിട്ടയർ അറ്റ് നൈറ്റ് എന്നുള്ളതാണ്. അതായത് പേജ് നമ്പർ 86 ഓഫ് അവർ കറന്റ് ബിഗ് ബുക്ക്. വിത്തൗട്ട് ദ എബവ് 2 മേജർ ചേഞ്ചസ് വുഡ് ദ ബിഗ് ബുക്ക് ഹാവ് സോൾഡ്. അതായത് ഈ രണ്ട് കാര്യങ്ങളും, വെൻ വി റിട്ടയർ അറ്റ് നൈറ്റും ഗോഡ് വി ആസ് വി അണ്ടർസ്റ്റുഡ് ഹിം എന്നുള്ള വാക്കുകളും ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ബുക്ക് ഇത്രമാത്രം ഫേമസ് ആകില്ലായിരുന്നു.
നമ്മളൊക്കെ അറിയാവുന്ന പോലെ BWD ഇത് പൂർത്തീകരിക്കാനും സാധിക്കില്ലായിരുന്നു. ഒരു പക്ഷേ 200ഓളം ആൽക്കോളിസ് അനോണിമസ് പോലെ തന്നെയുള്ള 200ഓളം അനോണിമസ് പ്രോഗ്രാമുകൾ ഈ ബുക്ക് ഉപയോഗിക്കില്ലായിരുന്നു എന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.